പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. जय मसीह की आप सब सकुशल हैं, विश्वास करते हैं. സ്വർഗീയ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മീക സംഗമത്തിൻ്റെ 2ാം ദിവസവും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. स्वर्गीय महिमा भरपूर हुए इस आशीषित मीटिंग की दूसरा दिन में परमेश्वर हमें लेकर के आए, इसके लिए धन्यवाद करते हैं. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലേക്കും നമ്മുടെ ജീവിതത്തെ ഈ ശുശ്രൂഷകൾ നയിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. इस सेवकाई के द्वारा परमेश्वर जिस प्रकार चाहते हैं उस प्रकार प्रभु का महिमा के लिए हमें आगे बढ़ाने पाए. ഈ ദിവസങ്ങൾ നമ്മുടെ പുതുക്കത്തിൻ്റെയും പുതുമയുടെയും ദിവസങ്ങളായി തീരുമെന്ന് ദൈവവചനത്തിൽ കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. इन दिनों में हमारा नयापन की और नवीनीकरण की दिने हो जाएगा करके परमेश्वर की कलाम से हम सुन रहे थे. കർത്താവിന്റെ ദാസനെയും ദൈവസഭയെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर का दासों के लिए मैं धन्यवाद करते हैं. നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ശക്തമായി പ്രസംഗിക്കാനുള്ള ഒരു ആവേശം അകത്തുണ്ട്. और आप लोगों का चेहरा देखते ही मुझे प्रचार करने की बहुत बड़ा विवेशता मेरा घर. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വളരെ ആഴമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. 2 दिन खाली बड़ी गहराई से परमेश्वर की आत्मा हमसे बातें कर रहा था. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടു. परमेश्वर की उपस्थिति के बारे में हम सुन रहे थे. സ്വസ്ഥത നൽകുന്ന ദൈവ വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ കേട്ടു. और शांति दिलाने वाला परमेश्वर की प्रतिज्ञाओं के बारे में हम सुना. പ്രാർത്ഥനയുടെ പ്രത്യേകതകളെ നമ്മൾ കേട്ടു. और प्रार्थना की विशेषताएं क्या है हम सुन रहे थे. ഇന്നലെ രാത്രി നമ്മൾ അവസാനിപ്പിച്ചത് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. और बीते रात हमने हम अंत किया कि परमेश्वर ने हमें अभिषेक किया है. ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് ഈ പകൽ ദൈവദേശത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ परमेश्वर की अभिषेक से भरे हुए परमेश्वर का पवित्र जन मिलकर उपवास और प्रार्थना के साथ इस शहर में है. അപൂർവമായ ദൈവ പ്രവർത്തികൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുവാനിടയായി और अनोखी परमेश्वर के आश्चर्य कर्में हमारा जीवन में होगा. അമേ ഒരുപക്ഷെ നിങ്ങളുടെ തലയിൽ ഞാൻ കൈവച്ചില്ല എന്നിരിക്കാം. और कल हो सकता है मैं आपका सिरों पर हाथ नहीं रखे हो. ദൈവത്തിന്റെ വചനത്തെക്കാൾ വലിയൊരു പ്രവചനം വേറെയില്ല. और परमेश्वर की कलाम से बढ़कर के कोई भविष्यवाणी इस संसार में नहीं है. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആരെയും തൊടാതിരിക്കത്തില്ല. और परमेश्वर की आत्मा आज दिन में आप सभी को स्पर्श करेगा. ദൈവാഭിഷേകത്തിന്റെ നദിക്കകത്തേക്ക് നമ്മൾ ഇന്ന് പകൽ ഇറങ്ങുന്ന ദിവസമാണ്. परमेश्वर की अभिषेक की नदी की भीतर हम उतरने जा रहा है. ഇന്നലെ രാത്രി എനിക്ക് ശരിയായി ഉറങ്ങുവാൻ പറ്റിയില്ല. और बीते रात काल में मैं ठीक से सोया नहीं. എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുവാൻ വേണ്ടി കിടന്നു. और मेरा व्यक्तिगत प्रार्थना के पश्चात मैं सोने कल लेट गया. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ कुछ कल चंद मिनटों के पश्चात അതിശക്തമായ ഒരു ദൈവവചന വെളിപ്പാട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ एक തന്നു. सामर्थ्यशाली परमेश्वर की कलाम की प्रकाशन प्रभु ने मेरा मन में डाला. ഞാൻ ദൈവസന്നിധിയിൽ ആ വചനവുമായിട്ട് ദീർഘമണിക്കൂറുകൾ ഇരിക്കുവാനിടയായി मैंने उस कलाम के साथ कई घंटों परमेश्वर के सन्मुख में बिताया. ഇന്ന് രാവിലെ ഈ വചനം പ്രസ്താവിക്കുമ്പോൾ आज सुबह की वक्त में इस वचन को जब मैं आपको बता रहा है, ദൈവത്തിന്റെ പ്രത്യേക തിരുഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളാണ് ദൈവസഭയുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ പോകുന്നത്. और परमेश्वर के हृदय की भीतर क्या इच्छा है वो इस संसार के सामने आप लोगों के सामने प्रकट करने जा रहा है. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ നമുക്ക് इसलिए ദൈവസന്നിധിയിലായിരിക്കാം. बड़ी आशा के साथ हम परमेश्वर की उपस्थिति में हो ആ जाएं. രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. और आइए अपने हाथों को परमेश्वर की ओर, स्वर्ग की ओर ऊंचा എല്ലാ करें. പ്രിയപ്പെട്ടവനും അല്പനിമിഷങ്ങൾ ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. और थोड़ी समय हम अपनी आवाज को बढ़ाकर परमेश्वर से विनती करें. എല്ലാവരും അല്പനിമിഷങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. और थोड़ा समय पवित्र आत्मा को स्वागत करते हुए आप प्रार्थना करें. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, यदि कोई अन्य भाषा में बातें करता है तो वे അവൻ अन्य भाषा में ദൈവത്തോട് बातें करें. സംസാരിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നു. अन्य भाषा में बातें करने वाला परमेश्वर से बातें करता है. പൈശാചിക മണ്ഡലങ്ങൾക്ക് മനസ്സിലാകാത്ത, और शैतान की क्षेत्र को ना समझने वाला, ആഭിചാര മന്ത്രവാദ ശക്തികൾക്ക് മനസ്സിലാകാത്ത जादू टोने अंधकार की तंत्र मंत्र को ना समझने वाला സ്വർഗീയ ഭാഷ ദൈവം നിങ്ങളുടെ ആധരങ്ങൾ തന്നിരിക്കുന്നുവെങ്കിൽ एक स्वर्गीय भाषा परमेश्वर ने आपका खाली जुबान में दिया गया है. ദൈവസഭ ഒരുമിച്ച് പ്രതികരിച്ചാട്ടെ. ദൈവഭക്തന്മാർ ഒരുമിച്ച് പ്രതികരിച്ചാട്ടെ. और परमेश्वर की कलीसिया और परमेश्वर का भक्तगण मिलकर उस वचन की ओर प्रतिक्रिया करें. അന്യഭാഷയിൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ अन्य भाषा में हम मिलकर जब बातें करेंगे സാത്താന്റെ അടിത്തറകൾ ഈ പകൽ ഇളകട്ടെ. और शैतान की नींवें खाली प्रैसे हिलने पाए. നരകത്തിന്റെ ശക്തികൾക്ക് കനത്ത പ്രകരമേൽക്കട്ടെ. नरक का सामर्थ्य को बड़ी खाली प्रैसे चोट पहुंचने पाए. ഇരുട്ടിന്റെ ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിന്മാറട്ടെ. ओ
सारे अंधकार की सामर्थ यीशु मसीह के नाम से पीछे हट जाने पाए। ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ലെന്നരുളി ചെയ്ത मैं अपनी कलीसिया बनाऊंगा, अधोलोक का फाटक उस पर प्रबल नहीं होगा करके हमसे बातें किया हुआ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ओ यीशु नासरी का सामर्थ ഈ പകൽ ഛത്തീസ്ഗഡിൽ വെളിപ്പെടട്ടെ. आज दिन का समय में छत्तीसगढ़ में प्रकट होने पाए ബിലായിൽ യേശുവിന്റെ നാമം ഇന്ന് പകൽ ഉയരട്ടെ. और मिलाई की शहर में वो गूंजने पाए। എത്രത്തോളം ശബ്ദത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? इतना सामर्थ्यशाली रूप से आप परमेश्वर की आराधना कर सकते हैं। യെരിഹോവിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം ആർപ്പിട്ടതുപോലെ यरीहो के दीवार के सामने इस्राएल ഒരാർപ്പിന്റെ ഘോഷമായി ഇന്ന് പകൽ തീരട്ടെ. ओ जब जय जयकार किया तो वह शहर पूरा गिर गया। സ്വർഗീയ പിതാവേ, स्वर्गीय पिता, അനുഗ്രഹീതമായ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. आशीषित दिन के लिए हम आपको धन्यवाद करते हैं। മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് और महल्ले परिसर मरकुस के 18 में उतर आए हुआ കൊർനെല്യോസിന്റെ ഭവനത്തിനകത്ത് कोर्नेलियुस का परिवार के अंदर ദൈവവചനം കേട്ടവരുടെ മേൽ परमेश्वर का कलाम सुनने वालों का बीच में പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ पवित्र आत्मा जैसे उतर आया ശലോമോന്റെ ആലയത്തിൽ വെളിപ്പെട്ടു വന്ന और कल परमेश्वर की उस आत्मा की सामर्थ्य സമാഗമന കൂടാരത്തിൽ വെളിപ്പെട്ടു വന്ന और परमेश्वर की संदूक के ऊपर कल प्रकट हुआ। ആദിയിങ്കൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ और പരിശുദ്ധാത്മാവ് शुरुआत में परमेश्वर के कल आत्मा जो पानी पर मंडराया वो आत्मा ഈ ആത്മീക സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലോ इस आत्मिक सभा की दूसरा दिन में വീശി അടിക്കുന്ന കാറ്റ് പോലെ और कल एक बहने वाला आंधी के समान പാഞ്ഞൊഴുകുന്ന നദിയിലെ വെള്ളം പോലെ और कल बड़ी कल सनसनाहट के साथ बहने वाला पानी के समान ആത്മാവ് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദൈവകൃപയ്ക്കാ आपकी आत्मा हमारे ऊपर प्रकट हुआ है, इसलिए धन्यवाद। ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. हम आपको धन्यवाद करते हैं परमेश्वर। അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവവചനത്തിന് മുമ്പിൽ തുറന്നു വരട്ടെ. आज कल आपने कल प्रभु हमारे लिए परमेश्वर के कलाम का द्वार को खोल दे। പൈശാചിക ശക്തികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. और पैखले शैतान की सारे सामर्थ्य को हम कब्जा में लेके अलग करते हैं। ഈ ബിലായി പട്ടണത്തെ ഭരിക്കുന്ന ദുഷ്ടാത്മ ശക്തികളോട് ഇന്ന് പകൽ ഞങ്ങൾ കമാൻഡ് ചെയ്യുന്നു, ഈ ദേശം വിട്ട് മാറിപ്പോകാൻ.
और बिलाई की शहर में हुकूमत करने वाला हर एक अंधकार की सामर्थ से आज हम आज्ञा देते हैं कि इस शहर को छोड़ दे। ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗീയ ഗവൺമെന്റ് ഇവിടുത്തെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാൽ ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു. स्वर्गदूत लोग आज का इस मीटिंग को अपना हाथ में ले लिया है, इसलिए हम परमेश्वर को धन्यवाद करते हैं യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह का पवित्र नाम में ആമേൻ. आमीन। ഹല്ലേലൂയ. जोर से बोले आमीन। ഹല്ലേലൂയ. हालेलुया। യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-ാം വാക്യം. Book of Ezekiel, chapter 22, verse 13. यहेजकेल नबी की किताब 22 अध्याय का 30वां पद. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. 22:30 30-ാം വാക്യം 30 30वां पद. 30 30 ठीक है, ठीक पढ़ा आप ठीक पढ़ा. प्रेज द लॉर्ड. Yeah. पढ़िए. Thank you, brother. Sister, पढ़िए. അനുഗ്രഹീതമായ ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आशीषित परमेश्वर के कलाम के लिए मैं परमेश्वर को धन्यवाद करता हूं. ഇത് തികച്ചു പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ചില പ്രവചന ശബ്ദങ്ങളാണ് ഇന്ന് പകൽ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. और ये मेरा प्रार्थना कमरे के अंदर परमेश्वर ने दिया गया कुछ भविष्यवाणियों का शब्द हैं जो आपसे मैं कहना चाहता हूं. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ദൈവസഭ, വ്യക്തികൾ, കുടുംബങ്ങൾ മടങ്ങി വരിക. और परमेश्वर जैसे इच्छा करते हैं उस प्रकार परमेश्वर की कलीसिया परिवार लौट आए. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. आज का संदेश की मुख्यधारा विषय यही है. യെഹെസ്കേൽ പ്രവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ यहेजकेल की किताब जब हम देखते हैं, പ്രവാസകാലത്തായിരുന്ന ന്യൂ ജനറേഷനോട്, പുതിയ തലമുറയോട്, और परमेश्वर के जन जो गुलामी में थे उस नया पीढ़ी से, പിതാക്കന്മാർക്ക് സംഭവിച്ച അധപ്പതനത്തിന്റെ കാരണങ്ങളെ കുറിച്ച്, और जो अपने पिता लोगों के पास साथ में जो कुछ हुआ है उन बातों का कारण, ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, और परमेश्वर को वास्तविक रूप में आराधना करे और प्रेम करने से, തന്റെ ജനത്തെ ദൈവം വിട്ടുമാറാതെ എല്ലാ കാലത്തും വിശ്വസ്തനായിരിക്കുമെന്നുള്ള ഉറപ്പ്, और परमेश्वर अपना लोगों से कभी अलग नहीं होगा, वो उनके साथ विश्वास योग्यता के साथ बना रहेगा. തലമുറയ്ക്ക് കൈമാറുന്ന സന്ദേശങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. और खाली उन पीढ़ियों के लिए परमेश्वर ने जो संदेश देता है वो ही खाली इस वचन में മറ്റൊരു है. ഭാഗം ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്, और दूसरा एक झुंड को यहाँ देख सकते നമ്മുടെ हैं. ദൈവം ന്യായാധിപനായ ദൈവമാണ്. हमारा परमेश्वर न्यायी परमेश्वर है. ദൈവത്തിന് വിരോധമായി ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ, और परमेश्वर की खिलाफत में कोई खड़ा हो जाएगा, ദൈവം ന്യായാധിപനായി എഴുന്നേറ്റ് और വരുവാനായി परमेश्वर न्याय करने के लिए जाग उठेगा. ഈ പുസ്തകത്തിന്റെ ഇൻട്രഡക്ഷൻ ചിന്തകൾ ഞാൻ ഒരുപാട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. और इस पुस्तक के बारे में बहुत सारे बातों को मैं बताना नहीं चाहूंगा. ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, और इस किताब के अंदर दूसरे एक और संदेश है. പ്രവാചകനായ യെഹെസ്കേലിന്റെ മേൽ और परमेश्वर के दास भविष्यद्वक्ता यहेजकेल के ऊपर ദൈവത്തിന്റെ കൈ ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാൻ परमेश्वर സാധിക്കും. का हाथ उतरते हुए आकर हम देखते हैं. 7 പ്രാവശ്യം യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ കൈ ഇറങ്ങി വരികയാണ്. 7 बार परमेश्वर का दास यहेजकेल के ऊपर परमेश्वर का हाथ आता है. ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ കൈ യെഹെസ്കേലിന്റെ മേൽ പതിയപ്പെടുമ്പോൾ, और एक बार जब यहेजकेल के ऊपर परमेश्वर का हाथ थामे रहते हैं, വ്യത്യസ്തമായ ആത്മീക അനുഭവങ്ങളിലേക്ക് പ്രവാചകൻ നയിക്കപ്പെടുന്നു. और अलग अलग प्रकार की अनुभव में भविष्यद्वक्ता परमेश्वर के द्वारा चलाया जाते हैं. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നു. परमेश्वर की आलोचनाओं को मिलते हैं. ആത്മശക്തിയാൽ ഉയർത്തപ്പെടുന്നു. आत्मा की सामर्थ्य के द्वारा ऊंचा किया जाते हैं. ദൈവിക ദർശനം ഉണ്ടാകുന്നു. परमेश्वर का दर्शन पाया जाते हैं. യെഹെസ്കേലിന്റെ നാവ് തുറക്കപ്പെടുന്നു. और यहेजकेल की जुबान खुल जाते हैं. ഉണങ്ങി അസ്ഥികൾ ഒരു
സൈന്യമായി എഴുന്നേൽക്കുന്നു. और सूखी हड्डियां में एक सेना की तौर पर खड़े हो जाते हैं. ദൈവത്തിന്റെ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകുന്നു. परमेश्वर की आत्मा का बहाव हो जाते हैं. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മാവിന്റെ പ്രവാഹത്തിലേക്ക് നയിക്കപ്പെടുന്നു. तेरे बिना पार नहीं कर सकता है ऐसा आत्मा की प्रवाह में वो फंस जाते हैं. ഈ ആത്മീക കൂട്ടായ്മയുടെ രണ്ടാമത്തെ ദിവസം ഞാൻ സന്ദേശം പറയുമ്പോൾ आज इस आत्मिक परिषद सभा की दूसरा दिन में संदेश बताएगा. ഞാൻ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, और मैं हृदय से आत्मार्थ एक बातों को ध्यान में मैं आशा करता हूँ. ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ നമ്മുടെ മേൽ ഇന്ന് പകൽ പതിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. परमेश्वर का अदृश्य हाथ हमारे ऊपर आज रखे रहने पाए. നിങ്ങൾ എവിടെയാണ് ബലഹീനരായിരിക്കുന്നത്? और आप कहाँ कमजोर हैं? എവിടെയാണ് അസാധ്യങ്ങളുടെ കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്? और जहाँ हम असंभव बातों की ओर आप व्याकुल हैं. എവിടെയാണ് നിങ്ങൾ തകർച്ച അനുഭവിക്കുന്നത്? और आप कहाँ टूटे हुए हैं? ഏത് വിഷയത്തിനാണ് ഈ പകൽ നിങ്ങൾക്ക് പരിഹാരം और ആവശ്യമായിരിക്കുന്നത്? कौन सी ऐसा विषय आपका जीवन में आपको उसका समाधान चाहिए? ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. और कई संदेश आप सुनते रहते हैं. വാഗ്ദത്തങ്ങളും പ്രവചന ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്. और प्रतिज्ञा और भविष्यवाणी का आवाज आप सुनते हैं. ആവേശകരമായി ദൈവവചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. और बड़ी आवेश के साथ आप परमेश्वर की कलाम को अपना लेते हैं. പക്ഷെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഇതുവരെയും സംഭവിച്ചില്ല. लेकिन व्यक्तिगत रूप से आपका जीवन में एक छुटकारा अभी तक प्राप्त नहीं हुआ है. ഒരു കയർ കൊണ്ട് നിങ്ങളെ ഒരു തൂണിനോട് ഒരു മരത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്നത് പോലെ एक रस्सी के साथ एक खंबा में या एक पेड़ में आपको बांध दिया है वैसा. ഒരു പരിധിക്കപ്പുറത്ത് നിങ്ങൾക്ക് വളരാനും ഉയരാനും പറ്റാതെ एक सीमा के बाहर आप बढ़ नहीं सकते और फैल नहीं सकते हैं. പുറത്തിറങ്ങി നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ പറ്റാതെ बाहर निकलकर आपकी प्रतिज्ञा पाया नहीं जा सकते हैं. ബന്ധിക്കപ്പെട്ട അനുഭവമാണോ എന്റെ സഹോദരങ്ങളെ? उस प्रकार यदि बंधे हुए अवस्था क्या भाई बहनों आपका जीवन में है तो ഇന്ന് രാവിലെ നമുക്ക് ആവശ്യമായിരിക്കുന്ന കർത്താവിന്റെ അദൃശ്യകരം നിങ്ങളുടെ മേൽ വരിക എന്നതാണ്. आज दिन में आपको जरूरत है कि परमेश्वर की हाथ आपका ऊपर आए. എത്ര പേരെന്ന് പകൽ പ്രാർത്ഥിക്കും, ദൈവമേ आज दिन में कितने लोग प्रार्थना करेगा, हे परमेश्वर നിന്റെ കരം എന്നെ ഒന്ന് പകൽ സ്പർശിക്കണമേ കർത്താവേ. आपका हाथ मुझे छूने पाए प्रभु. എന്റെ നാവിനെ ഒന്ന് തൊടണമേ കർത്താവേ. मेरा जुबान को छू ले परमेश्वर. എന്റെ ശരീരത്തെ ഒന്ന് തൊടണമേ കർത്താവേ. मेरा शरीर को थोड़ा स्पर्श कर दे प्रभु. എന്റെ പ്രശ്നത്തെ ഒന്ന് തൊടണമേ കർത്താവേ. मेरा समस्या को आप छू ले परमेश्वर. എന്റെ കുടുംബത്തെയും എന്റെ തലമുറയും തൊടണമേ കർത്താവേ. मेरा परिवार को मेरा पीढ़ी को आप स्पर्श कर दे प्रभु जी. രക്തസ്രാവക്കാരി യേശുവിനെ തട്ടതുപോലെ और वो लहू बहाने वाला स्त्री जैसे परमेश्वर की वस्त्र की अग्र को छू लिया. യേശുവിന്റെ കരുണയുള്ള കൈ ആ കുഷ്ഠരോഗിയെ തൊട്ടതുപോലെ और यीशु मसीह की करुणा का हाथ और कोढ़ी जन को छू लिया. യേശുവിന്റെ കൈ മരിച്ചവരെ തൊട്ട് എഴുന്നേൽപ്പിച്ചതുപോലെ यीशु मसीह का हाथ मृतकों को छूकर जिला दिया. इसलिए ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മേൽ और वैसा विश्वास करने वाला लोगों के ऊपर आज ദൈവത്തിന്റെ കൈ ഇന്ന് പകൽ തൊടുന്നത് എനിക്ക് ആത്മാവിൽ കാണുവാൻ കഴിയുന്നുണ്ട്. परमेश्वर का हाथ आपके ऊपर छूते हुए मैं आत्मा में उस दर्शन को देख रहा എത്ര हूं. പേർ കരങ്ങളെ അടിച്ചു പറയും, എന്റെ ദൈവമേ നിന്റെ കൈ എന്നെ ഒന്ന് സ്പർശിക്കണമേ. कितना लोग तालियां बजाकर कहेगा कि परमेश्वर आपका हाथ मुझे छू ले. നിന്റെ കൈ എന്നെ ഒന്ന് സ്പർശിക്കണമേ. हे प्रभु आपका हाथ मुझे स्पर्श कर. ഓ ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കൈ വന്നു കഴിഞ്ഞപ്പോൾ यशकेल के ऊपर परमेश्वर का हाथ आकर थाम गया. ആഹാബിന്റെ രഥങ്ങളുടെ മുമ്പിൽ ഏലിയാവിനെ കെട്ടി ഓടിച്ചതുപോലെ और एलिया को आहाब की रथ के सामने जैसे भगाया നിന്റെ परमेश्वर. മേൽ ദൈവത്തിന്റെ കൈ ഇന്ന് പകൽ ഇവിടെ വന്നു കഴിഞ്ഞാ और आज परमेश्वर का हाथ यदि आपके ऊपर आ जाएगा तो നമ്മുടെ പ്രശ്നത്തിന്റെ മുകളിലോട്ട് ഇന്ന് മുൻപിലോട്ട് നമ്മൾ കയറി ഓടുവാൻ പോകുകയാണ്. और हमारा समस्या का खाली ऊपर और अतिरिक्त होकर हम നിന്റെ आगे दौड़ने जा പ്രശ്നങ്ങൾ रहा പകൽ है. നിന്റെ പുറകിലാകാൻ പോകുകയാണ്. और तेरा खाली सारे समस्या तेरा पीछे हो लेने നിന്റെ जा रहा है. രോഗങ്ങൾ നിന്റെ പുറകിലാകാൻ പോകുകയാണ്. और सारे खाली समस्या जो है आपका पीछे हो जाएंगे. നിന്റെ പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും ഇന്ന് പകൽ പുറകിലാകാൻ പോകുകയാണ്. आपका मानसिक संघर्ष जो है आपका पीछे हो जाएंगे. നിന്റെ മനസ്സിന്റെ തകർച്ചകൾ നിന്റെ പുറകിലാകാൻ പോകുകയാണ്. आपका मन में टूटे हुई अवस्था है वो आपका पीछे हो जाएंगे. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള വെളിപ്പാട് ഞാൻ പറയാം. परमेश्वर की आत्मा में जो प्रकाशन है मैं आपसे बताना चाहता हूँ. കർത്താവിന്റെ കൈ പിടിച്ചിന്ന് പകൽ ചിലരെ മുന്നിലോട്ട് കൊണ്ടുവരുവാൻ പോകുകയാണ്. और परमेश्वर आपको हाथ पकड़ करके
सामने लेके आने जा रहा है। എത്ര പേർക്ക് യേശുവിന്റെ കൈ തൊടുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? और यीशु मसीह का हाथों का स्पर्श कितने लोग आज अनुभव कर रहा है। യേശുവിന്റെ കരം ഇന്ന് പകൽ ഇവിടെ വരികയാണ്. और ये कलीसिया का भीतर आज परमेश्वर का हाथ आ रहा है। യേശുവിന്റെ കരം ഇന്ന് പകൽ ഇവിടെ വരികയാണ്. परमेश्वर का हाथ आपका हर एक का ऊपर आज आ रहा है। അഭിഷേകത്തോടെ കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ. अभिषेक के साथ तालियों को बजाकर थोड़ी समय बोले कि परमेश्वर तेरा हाथ मेरे ऊपर है। അനുഭവിക്കുന്നു. സൗഖ്യമാക്കുന്ന കൈ, അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൈ, പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കൈ, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ കൈ, ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൈ വരട്ടെ. और ये परमेश्वर का अपना हाथ कईयों के ऊपर खले प्रेस भेज रहा है। मैं देख रहा हूँ। പ്രിയ സഹോദരി, हे प्रिय बहन, പ്രിയ സഹോദരനെ, प्रिय भाई, നിന്റെ ഓഫീസിൽ യേശുവിന്റെ കൈ ഇറങ്ങുവാൻ പോകുകയാണ്. आपका ऑफिस में परमेश्वर का हाथ उतरने जा रहा है। നിന്റെ കോടതി വ്യവഹാരങ്ങളിൽ യേശുവിന്റെ കൈ വെളിപ്പെടുവാൻ പോകുകയാണ്. आपका कले प्रेस लो जो क्षेत्र आपकी उपस्थिति का क्षेत्र में परमेश्वर का हाथ प्रकट होने। സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ യേശുവിന്റെ കൈ തൊടുവാൻ പോകുകയാണ്. मेरा धन संपत्ति कले प्रेस लो कले आने वाला बातों में परमेश्वर का हाथ उतरने जा रहा है। മുടങ്ങിപ്പോയ നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ യേശുവിന്റെ കൈ തൊടുവാൻ പോകുകയാണ്. और कले प्रेस तुम्हारा जो बच्चे का एजुकेशन है जो कल रुका हुआ है उसी का ऊपर परमेश्वर का हाथ बढ़ने जा रहा है। നിന്റെ കുഞ്ഞിന്റെ കുടുംബത്തിലേക്ക് യേശുവിന്റെ കൈ വരുവാൻ പോകുകയാണ്. और कल टूटा हुआ तेरा बच्चों का परिवार के अंदर परमेश्वर का हाथ बढ़ने वाला है। ആത്മഹത്യയുടെ ചിന്തകളെ നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. आत्महत्या का विचारों को तेरा खले घर के अंदर से परमेश्वर बाहर कर रहा है। കൂട്ടമായി ആത്മഹത്യ ചെയ്യണ്ട. और तुम कले प्रेस एक साथ आत्महत्या ना करें। ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ आज दिन में जब परमेश्वर की कलाम सुनते हैं, എന്നെ രക്ഷിക്കുവാൻ ആർക്കാണ് പറ്റുന്നത്? और मुझे कौन छुड़ा सकता है? എന്റെ കുടുംബത്തിന്റെ പ്രശ്നം ആർക്കാണ് പരിഹരിക്കാൻ പറ്റുന്നത്? मेरा परिवार की समस्या कौन सुलझा सकते हैं? എനിക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? और मेरे लिए कौन बातचीत करेगा? പ്രിയ സഹോദരനെ, हे प्रिय भाई, യേശു പറയുന്നു എന്റെ കൈ നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. यीशु मसीह कहते हैं कि मेरा हाथ तुम्हारे लिए चलने जा रहा है। ഈ ബിലായി ചർച്ചിൽ നടക്കുന്ന ഈ ആത്മീക കൂട്ടായ്മ, और ये बिलाई चर्च के अंदर की जो आत्मिक संगति, അത് നിങ്ങളുടെ വിടുതലിന്റെ പ്രഖ്യാപനം കൂടിയാണ്. और आज तेरा छुटकारे का दिन है। നിന്റെ ബെഡ്റൂമിനകത്ത് യേശുവിന്റെ ശക്തി ഇറങ്ങുകയാണ്. और तुम्हारा गले प्रेस कमरे के अंदर परमेश्वर का हाथ का सामर्थ्य उतर रहा है। ഓഫീസിനകത്ത് യേശുവിന്റെ ശക്തി ഇറങ്ങുകയാണ്. आपका जीवन के अंदर परमेश्वर का हाथ उतर रहा है। യെഹെസ്കേലിന്റെ മേൽ വന്ന ദൈവത്തിന്റെ കൈ, और ये ചലിപ്പിക്കുന്ന കൈ, ജീവിപ്പിക്കുന്ന കൈ, പുറത്തു കൊണ്ടുവരുന്ന കൈ, और അഭിഷേകത്തിൽ നിറയ്ക്കുന്ന കൈ, परमेश्वर का हाथ एसेकिएल के ऊपर आया, चिल्लाने वाला, सामर्थ्य देने वाला, उठाकर चलाने वाला हाथ। നമ്മൾ ഇന്ന് പ്രധാന ചിന്തയായി വായിച്ചത് 22-ാം അധ്യായമാണ്. और गले हम आज मनन के लिए पढ़ा 22 अध्याय हैं। 22-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ, और 22 अध्याय की पृष्ठभूमि को जब हम देखते हैं, പാപം, അനീതി ഇവ കാരണം, और पाप और अधर्मिकता के कारण, വിശുദ്ധനും നീതിമാനുമായ ദൈവം, और खाली पवित्र परमेश्वर, ദൈവം ഒരു ന്യായവിധി നടത്തുവാൻ और തീരുമാനിക്കുകയാണ്. परमेश्वर यह न्याय करने के लिए अपना निर्णय लेते हैं। ബൈബിൾ ചരിത്രം മുഴുവൻ നിങ്ങൾ പരിശോധിക്കൂ. परमेश्वर का कलाम की इतिहास पूरा आप देखें, എവിടെയെല്ലാം പാപം പെരുകിയിട്ടുണ്ടോ, और जहां जहां पाप बढ़ता गया है, എവിടെയെല്ലാം അനീതി വെളിപ്പെട്ടിട്ടുണ്ടോ, और जहां जहां अधार्मिकता प्रकट हुआ है, ദൈവത്തിന്റെ മഹത്വം ആര് എവിടെ അപകരിച്ചെടുത്തിട്ടുണ്ടോ, और परमेश्वर की महिमा कहां कहां कौन चोरी कर लिया है, ദൈവത്തിന്റെ സഭയ്ക്കെതിരെ പ്രാർത്ഥിക്കുന്നവർക്കെതിരെ, और परमेश्वर की कलीसिया का विरोध, प्रार्थना करने वालों का विरोध, ദൈവത്തിന്റെ വിളികെട്ട് ഇറങ്ങിയവർക്കെതിരെ ആര് വിരൽ ചൂണ്ടിയിട്ടുണ്ടോ, और परमेश्वर की बुलाहट के पीछे निकल पड़े हुए लोगों की ओर जो कोई उंगली लगाया ദൈവം है, അവിടെ അടങ്ങിയിരുന്നിട്ടില്ല. और परमेश्वर वो चुपचाप नहीं बैठा। ചിലർ ചിന്തിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല. और कुछ लोग यूं विचार करते हैं कि हम जो कर रहे हैं वो कोई नहीं जानते हैं। നീതിമാനെ പിടിപ്പിക്കാം,
പ്രാർത്ഥിക്കുന്നവർക്കെതിരെ കൂട്ടം കൂടാം. ആമേൻ. ദൈവകൃപ ലഭിച്ചവർക്കെതിരെ ശക്തമായി നിന്ന് പ്രതിരോധിക്കാം. ഇതൊക്കെ ചിലരുടെ തെറ്റിദ്ധാരണകളാണ്. और कुछ लोगों का ये सोच विचार है कि प्रार्थना करने वाले, आराधना करने वाले, संगति करने वालों का विरुद्ध में काम किया जाए. ദൈവത്തിന്റെ മഹത്വത്തിന് വിരുദ്ധമായി നിന്ന് ലൂസിഫറിനെതിരെ ദൈവത്തിന്റെ ന്യായവിധി വന്നു. और लेकिन ये उनका भूल है कि कल लूसीफर का खिलाफ में यदि परमेश्वर का व्यवस्था, परमेश्वर का न्याय आया तो നോഹയുടെ കാലഘട്ടത്തിൽ പാപം പെരുകിയപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വന്നു. और न्यूआ का समय में पाप खाली जब बढ़ गया तो परमेश्वर का न्याय का हाथ उतर आया. तो സോദോമിനും ഗോമോറയ്ക്കുമെതിരെ ദൈവത്തിന്റെ ന്യായവിധി വന്നു. और सोदोम और ओमोरा का बीच में परमेश्वर का न्याय का हाथ उतर आ गया है. ദൈവത്തിന്റെ മഹത്വത്തിന് വിരോധമായി സംസാരിച്ച ഹെരോദാവിനെതിരെ ദൈവത്തിന്റെ ന്യായവിധി വന്നു. परमेश्वर की महिमा का विरुद्ध में आज बातें किया हुआ हेरोद के विरोध में परमेश्वर का हाथ उतर आया. യെഹെസ്കേൽ 22 അധ്യായത്തിൽ ഇതുപോലെ ജനത്തിന്റെ ഇടയിൽ പാപം പെരുകിയപ്പോൾ और एजेकिएल का 22 अध्याय में इस प्रकार लोगों का बीच में जब पाप बढ़ गया, ദൈവം തന്റെ ന്യായവിധിയുടെ വാളുമായി ഇറങ്ങി വരികയാണ്. परमेश्वर अपना खाली अब न्याय करने के लिए उतर आ रहा है. അതിനു മുമ്പ് ദൈവം ഒരു സെർച്ചിങ് അന്വേഷണം നടത്തുകയാണ്. और परमेश्वर उसके पूर्व एक चुनौती, एक खोजबीन कर रहा है. 30ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. 30वां पद हमने यूं पढ़ा है. ദൈവം ഒരാളിനെ അവിടെ അന്വേഷിക്കുന്നു. और परमेश्वर एक मनुष्य को ढूंढ रहा है. എന്തിനു വേണ്ടിയാണ് ദൈവം അന്വേഷിക്കുന്നത്? इसलिए परमेश्वर ढूंढ रहा है एक व्यक्ति को. ദൈവം ഒരു വ്യക്തി അന്വേഷിക്കുവാനുള്ള കാരണം എന്താണ്? और परमेश्वर एक व्यक्ति को ढूंढने की कारण क्या है? ദൈവത്തിന്റെ ന്യായവിധി സംഭവിക്കുന്നതിന് മുമ്പ് और परमेश्वर का क्रोध और न्याय होने से पहले ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുവാൻ, और परमेश्वर के सन्मुख में घुटना टेकने के लिए, ഉപവസിപ്പാനും പ്രാർത്ഥിക്കുവാനും, उपवास करने के लिए, प्रार्थना करने के लिए, ദൈവസന്നിധിയിൽ കരയുവാനും നിലവിളിക്കുവാനും परमेश्वर का सन्मुख में रोने और पश्चाताप करने ഒരു വ്യക്തി ഉണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുകയാണ്. एक व्यक्ति है क्या करके परमेश्वर का दृष्टि ढूंढ रहा है. ഇന്ന് പകൽ ബിലായ് ചർച്ചപ്പുകോടിലെ എന്റെ സഹോദരങ്ങളെ, आज बिलाई चर्च ऑफ गॉड के परमेश्वर के पवित्र जनों, നിങ്ങളുടെ പ്രാർത്ഥന നഷ്ടമായി പോകത്തില്ല. आपका प्रार्थना व्यर्थ नहीं होगा. ഈ ദിവസങ്ങൾ നിങ്ങൾ ചുട്ടിയെടുത്തത് വെറുതായി പോകത്തില്ല. और इन दिनों में आप जो छुट्टी लिया है वो व्यर्थ नहीं होगा. നിങ്ങൾ ആമേ ഉപവാസത്തിലായിരിക്കുന്നത് വ്യർത്ഥമായി പോകത്തില്ല. आप उपवास जो किया है वो व्यर्थ नहीं होगा. പിശാചവന്റെ അണിയറയ്ക്കകത്ത്, और शैतान उसकी कमरे के भीतर, നിന്റെ ഭവനത്തിനകത്ത് ദൈവസഭയുമായി ബന്ധപ്പെട്ട് വരുത്താനിരുന്ന വലിയ ചില അനർത്ഥങ്ങളെ, और परमेश्वर के गले लोगों का खिलाफ में जो अनर्थकारी योजनाएं बनाया है, പൈശാചിക മണ്ഡലങ്ങളെ ചില പദ്ധതികളെ ക്യാൻസൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഈ മാസത്തിൽ ഈ ദിവസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. और शैतान की अनर्थकारी योजनाओं को समाप्त करने वाला, कैंसिल करने वाला प्रार्थना है जो यहाँ चल ദൈവം रहा है. അതിന് പകരം തന്റെ മഹത്വത്തെ നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തുകയാണ്. परमेश्वर उसके बदले में अपना महिमा को हमारा मध्य में प्रकट करेगा. നിങ്ങൾക്ക് എത്രത്തോളം അത് ആത്മാവിൽ അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. और आप कितने उस बातों को आत्मा में ध्यान कर पा रहे मैं എന്റെ മേലുള്ള नहीं समझ रहा हूँ. ആത്മാവിന്റെ അഭിഷേകത്തിന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. और लेकिन मैं हम उस बातों को अभिषेक की अंदर उस बातों को समझ पा रहा പിശാച് है. പ്ലാൻ ചെയ്തതെല്ലാം ആക്സിഡന്റുകൾ എന്ന് പകൽ ക്യാൻസൽ ആക്കുകയാണ്. और शैतान योजना बनाया हुआ कई कल दुर्घटना आज यीशु के नाम से दूर हो रहा है. 2024 അവസാനിക്കുന്നതിന് മുമ്പ് और 2024 अंत होने से पूर्व നിന്റെ ശരീരത്തിൽ വരുത്താൻ പിശാച് പദ്ധതിയുടെ ചില സർജറികളെ और तुम्हारा शरीर के अंदर बीमारियां डालने के लिए जो योजना पर शैतान ने बनाया, യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന മുഖാന്തരം ക്യാൻസൽ ആകുകയാണ്. और यीशु मसीह का नाम से इस प्रार्थना के द्वारा उसे हम कैंसिल करते हैं. നിങ്ങൾ ഇവിടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ, और आप यहाँ परमेश्वर की स्तुति और आराधना करते നിങ്ങൾ समय കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, आप तालियां बजाकर जब परमेश्वर की महिमा करते हैं, പൈശാചിക ശക്തികൾ ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. और शैतान की सामर्थ जो है भयचकित हो പൈശാചിക गया है, ശക്തികൾ അലറി വിളിച്ചു പുറപ്പെട്ടു പോകുകയാണ്. और शैतान की सामर्थ चिल्लाकर भाग रहा है. പിശാചിന്റെ ചില പദ്ധതികൾ റൈറ്റ് നൗ ക്യാൻസൽ ആകട്ടെ. और शैतान की हर एक योजना यहाँ बंद हो जाए. കരങ്ങളെ അടിച്ചു ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിച്ചു പറഞ്ഞാട്ടെ. ओ तालियां बजाकर परमेश्वर की आराधना करते शुरू करें. ഇതെന്റെ വിജയത്തിന്റെ പകൽ, എന്റെ കുടുംബത്തിന്റെ വിജയത്തിന്റെ പകൽ, और എന്റെ तेरा തലമുറയുടെ परिवार का വിജയത്തിന്റെ പകൽ, जयवंत വിജയത്തിന്റെ दिन है പകൽ. आज. तेरा परिवार का विजय का दिन है आज. तेरा परिवार का विजय का दिन है. ഇത് ഞാൻ ജയിക്കുന്ന ദിവസമാണ്. और आज जयवंत दिन है. ശത്രുവിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുന്ന ദിവസമാണ്. शत्रु का गले प्रेस लोड करेगा कि योजना आज पराजित हो जाएगा. ആമേൻ. हालेलुया. दीवाना बाला ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, ध्यान दीजिएगा. ദൈവം തന്റെ ന്യായവിധി നടത്തുന്നതിന് മുമ്പായിട്ട് परमेश्वर अपना न्याय करने की योजना बनाने से पहले യെഹെസ്കേലിന്റെ പുസ്തകം
ചാപ്റ്റർ 22 നമ്മൾ പരിശോധിക്കുമ്പോൾ और यसेकिएल की पत्री 22 अध्याय जब हम ध्यान देते हैं, 3 മേഖലകളെ ദൈവം നോക്കുകയാണ്. और 3 बातों को, 3 प्रकार की बातों को परमेश्वर देख रहा है. എല്ലാവരും വിരലിങ്ങനെ ഫിംഗർ ഒന്ന് ഉയർത്തി और പിടിച്ചാൽ कल सभी लोग अपना उंगली को ऐसा 3 कल ऐसा करिए 3 3 മേഖലകളെ ദൈവം നോക്കുകയാണ്. और 3 क्षेत्र को कल परमेश्वर देख रहा है. ഒന്നാമത്തെ ദൈവം നോക്കുന്നത് और पहला क्षेत्र जो परमेश्वर देख रहा है, ലീഡർഷിപ്പിനെ ആത്മീക മേഖലകളെ ദൈവം നോക്കുകയാണ്. आत्मिक कल क्षेत्र को परमेश्वर देख रहा है. ചാപ്റ്റർ 22 verse 26 to 28. और जो है कल यसेकिएल की पत्री उसकी 22 अध्याय का कल 26 पद से लेकर के 28 पद तक, 26 മുതൽ 28 വരെ. 26 से 28. Thank you, sister. Amen. ഇവിടെ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാൻ കഴിയുന്നത്, और यहाँ परमेश्वर के कलाम से हमने पढ़ा है, ദൈവം ഇവിടെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും നോക്കുകയാണ്. परमेश्वर तुम्हारा जो है याजकों को और पवित्र जनों को देख रहा है. ആമേൻ. പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും നോക്കുമ്പോൾ അവർ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു. और कल वे जो है व्यवस्थापक है, जो भविष्यद्वक्ता है, वो व्यवस्था से द्रोह किया है. ക്ലീനും അൺക്ലീനും തമ്മിൽ വേർതിരിക്കാതെ, और शुद्ध और अशुद्ध का बीच में उनका कोई फर्क ना दिखा के ദൈവവചനത്തിന്റെ വ്യവസ്ഥയെ അവർ തെറ്റിച്ചു കളയുന്നു. परमेश्वर की कलाम की व्यवस्थाओं को वो तोड़ देते हैं. ഈ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, आज अगर परमेश्वर की आत्मा इस प्रार्थना के द्वारा योग इच्छा करते हैं, നമ്മൾ കുറച്ച് അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടു പോകുകയല്ല, और हम कुछ आश्चर्य कर्मों के बारे में सुनकर जाना नहीं, ആവേശഭരിതമായി നമ്മൾ കരമടിച്ച് അവസാനിപ്പിക്കുകയല്ല, और खाली आवेश होकर के हम खाली तालियां बजाकर इस सभा को अंत करना नहीं. വാസ്തവമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീക തലങ്ങളിൽ ഒരു മാറ്റം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. और व्यक्तिगत जीवन के अंदर आत्मिक क्षेत्र में एक परिवर्तन आने के लिए परमेश्वर चाहता है. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മളെ മടങ്ങി വരുവാൻ ദൈവാത്മാവ് തിരിച്ചു വിളിക്കുകയാണ്. और परमेश्वर की आत्मा कहते हैं कि हमारे लिए एक लौटने वाला अवस्था हो जाए. എവിടെയാണ് നമ്മൾ മടങ്ങി വരേണ്ടത്? और कहां हमको लौटना है? ഇന്ന് പകൽ ദൈവസഭയോട് ദൈവം പറയുന്നു, आज दिन में परमेश्वर की कलीसिया से प्रभु कहते हैं, നിങ്ങളുടെ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. आपका बीते दिनों का प्रार्थना जीवन में आप लौट आना है. നിങ്ങളുടെ കരങ്ങൾ നെഞ്ചത്തോട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം ഇന്ന് പകൽ ചോദിക്കാൻ പറ്റുമോ? और आप अपना गले सीने में हाथ रख करके गले पूछ सकते हैं, क्या പഴയതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? क्या भले पगले जैसे मैं प्रार्थना कर रहा है या प्रार्थना कर सकते നിങ്ങളുടെ हैं? കണ്ണുകൾ നിറയുന്നുണ്ടോ और പ്രാർത്ഥിക്കുമ്പോൾ? पुराना जैसे पगले जैसे मेरा कल जीवन में प्रार्थना के समय आंसू आ रहे हैं कि नहीं? പഴയതുപോലെ ഒരു ആത്മസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? क्या पगले जैसे एक आत्मिक उपस्थिति को मैं महसूस कर पा रहे हैं? പണ്ട് പ്രാർത്ഥിച്ചാൽ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് കൊതി തീരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. और एक ऐसा दिन आपके जीवन में था, प्रार्थना करते करते समाप्त नहीं हो सकते थे. നല്ല വീടില്ലാത്ത കാലഘട്ടം, और एक अच्छा घर आपके लिए नहीं നല്ല था, വസ്ത്രമില്ലാത്ത കാലഘട്ടം, आपको पहनने के लिए उत्तम वस्त्र नहीं थे, നിങ്ങൾക്ക് ജീവിക്കുവാൻ ഒരു സാമ്പത്തിക ഭദ്രതയില്ലാത്ത കാലഘട്ടം. और आपका जीवन यापन करने के लिए आपको आर्थिक तंगी हुआ അന്ന് करता എത്ര था. പ്രാർത്ഥിച്ചാലും കൊതി വരാതെ തീരാത്തൊരു കാലഘട്ടം और ഉണ്ടായിരുന്നു. आप प्रार्थना करते करते आप थक ना जाने वाला दिन ഈ थे. രക്ഷയുടെ സന്തോഷം നിങ്ങൾ അനുഭവിച്ചപ്പോ, और कल पुरुष अनुग्रह का आशीष का बातों को जब आप अनुभव നിങ്ങൾ किया, സ്നാനപ്പെട്ട് പെന്തിക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്ന ആ കാലഘട്ടം, और आप बपतिस्मा लेकर पेंतिकोस्त के अनुभव में आया, तब की जो अनुभव है, നിങ്ങൾ അഭിഷേകത്തിൽ നിറഞ്ഞ കാലഘട്ടം, आप आत्मा की अभिषेक पाया हुआ दिनों का अवस्था, അന്നത്തെ പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? क्या उन दिनों का आत्मिक जीवन की प्रार्थना आज आपका जीवन में है? പ്രിയപ്പെട്ടവരെ, കരമടിക്കുന്നതിന് മുമ്പ് ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചിന്തിക്കുക.
और आज आप तालियां बजाने से पहले आप अपने आप को इन बातों को परखें। പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. और पवित्र आत्मा आज आपको कल अपने साथ मिलाते എന്റെ हैं। പ്രിയപ്പെട്ട മകനെ, और हे कल मेरा भाई, എന്റെ പ്രിയപ്പെട്ട മകളെ, हे मेरा प्रिय बेटी, എന്റെ വേല ചെയ്യുന്ന കർത്തൃദാസന്മാരെ, मेरा काम करने वाला परमेश्वर की दासों, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. आपकी आत्मिक जीवन में एक लौटने वाली अवस्था परमेश्वर की आत्मा इच्छा करते हैं। എത്ര പേർ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും? ദൈവമേ, आज दिल में कितने लोग दिल खोलकर प्रार्थना करेगा, हे परमेश्वर, എന്റെ ഇടിഞ്ഞു പോയ പ്രാർത്ഥനയുടെ മതിലുകൾ പണിയുവാൻ ഞാൻ मेरा ആഗ്രഹിക്കുന്നു. टूटा प्रार्थना की बाड़ाओं को, दीवारों को मैं बनाना चाहता हूँ। ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിന് എവിടെയോ ബ്രേക്ക് വന്നു പോയി. और परमेश्वर कल इस दिनों की चलने के बीच में कहीं तो भी कल वो टूट गया है। എനിക്ക് ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. और मुझे परमेश्वर की व्यवस्था में खड़ा होना എന്റെ दिक्कत पड़ വിശുദ്ധി रहे हैं। എനിക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല. और मेरा पवित्रताई को मैं बनाए रख नहीं पा रहे हैं। ദൈവത്തിന്റെ വചനവുമായിട്ട് ആഴത്തിൽ എനിക്ക് ഇരിക്കുവാൻ കഴിയുന്നില്ല. परमेश्वर की उपस्थिति के साथ में गहरा संबंध बना नहीं सकते। ദൈവം ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലേക്ക് और परमेश्वर जो इच्छा करते हैं उस स्तर में എന്നെ മടക്കി കൊണ്ടുവരണമേ. मुझे लौटा ले आ परमेश्वर। എന്നെ മടക്കി കൊണ്ടുവരണമേ. हे प्रभु मुझे लौटा ले आ എന്റെ प्रभु। ഭവനത്തിൽ പ്രാർത്ഥന മടങ്ങി വരട്ടെ. ओ मेरा परिवार में वो लौटने वाले अवस्था हो जाए। പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കണ്ണുകളെ നിറയ്ക്കണമേ. और परमेश्वर प्रार्थना करने से मेरी आंसू बहने पाए। പ്രാർത്ഥന എന്ന ജീവൻ നിങ്ങളുടെ അകത്ത് കയറട്ടെ. और प्रार्थना जीवन मेरी भीतर आने पाए प्रभु। പ്രാർത്ഥന എന്ന ആത്മാവ് നിങ്ങളുടെ അകത്ത് കയറട്ടെ. प्रार्थना की आत्मा आपका भीतर आने पाए। സ്വർഗം തുറക്കുന്ന, और स्वर्ग खुल जाने वाला, പൈശാചിക മണ്ഡലങ്ങളെ അടിത്തറകളെ ഇളക്കുന്ന, शैतान की क्षेत्र की कल नींव को हिलाने वाला ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. परमेश्वर की उपस्थिति में भरपूर एक प्रार्थना होने पाए। എന്നെ അത്ഭുതപ്പെടുത്തി എന്റെ ഉറക്കം കെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. और मेरे को आश्चर्यचकित करके मेरा नींद उड़ाया वाला एक बात मैं आपको बताना जा रहा हूँ। വേണമെങ്കിൽ ആമേൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആമേൻ പറയണ്ട. और कल हो सकता है तो आप आमेन बोल सकते हैं, नहीं भी हो सकते हैं। ആമേൻ സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ശരിയായി ഇന്നലെ രാത്രി ഉറങ്ങാത്തതിന്റെ കാര്യം ഞാൻ പറയാൻ പോകുകയാണ്. और कल मैं बीते रात ठीक ढंग से सोया नहीं, उसका कारण मैं बताने वाला हूँ। ഇന്നലെ ആമേൻ സ്തോത്രം എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച റീസൺ ഞാൻ പറയാൻ പോകുകയാണ്. और मुझे बीते दिनों में नींद से मुझे जगाया वाला बात मैं आपको बताने जा रहा हूँ। ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്, और मेरा कल और आपका प्रार्थना का सबसे मुख्य धारा बात यह है, നമുക്ക് ബിസിയാണ്, സമയമില്ല എന്നുള്ളതാണ്. और मुझे और आपको समय है ही नहीं, यही है। പണ്ട് ഒത്തിരി സമയമുണ്ടായിരുന്നു. और बीते दिनों में हमारे पास काफी समय था। ഇപ്പൊ ജോലിയുണ്ട്, और अब काम काज है, സാലറി മേടിക്കണം, और सैलरी लेना है, മക്കളെ നോക്കണം, और बच्चों को देखना है, ഹസ്ബൻഡിനെ വൈഫിനെ നോക്കണം, और पति पत्नी को देखना है। എല്ലാം ഓക്കെ ആയിട്ട് ബാലൻസ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ और പറ്റത്തുള്ളൂ. ये सब काम देखने के बाद बचा हुआ समय है तो हम परमेश्वर को कल എന്നെ प्रार्थना അത്ഭുതപ്പെടുത്തിയ करेंगे। കാര്യം ഞാൻ പറയട്ടെ. और मुझे कल इसलिए जो बातें जगाया मालूम है। പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. और पत्रस का पगला प्रचार में 3000 लोग उद्धार पाया। ആമേൻ. 3000 വിശ്വാസികളുടെ പാസ്റ്ററായി പത്രോസും യോഹന്നാനും. और 3000 लोगों का पास्टर बन गया कि पत्रस और यूहन्ना। അടുത്ത ദിവസം സഭ വളരാൻ തുടങ്ങി. और अकेले दिन कलीसिया बढ़ने लगा। 5000 സഹോദരന്മാരുള്ള സഭയുടെ പാസ്റ്ററായി. और 5000 भाई लोगों का कलीसिया बन गया। ഇത്രയും തിരക്കുണ്ടായിട്ടു और इतना जो है बिजी होने के बाद ദൈവത്തിന്റെ വചനം പറയുന്നു, और ये व्यस्ततम बातों के बीच में भी प्रभु അവർക്ക് का कलाम करते हैं। പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. उनको प्रार्थना करने के लिए एक समय निश्चित था। 9 മണി നേരത്ത് പ്രാർത്ഥനാ സമയം അവർ മുടക്കിയില്ല. और 9 प्रेसलोड समय में जो 9 प्रेसल बजे वो प्रार्थना का समय को रुका नहीं। എന്തുകൊണ്ട്? അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ നടന്നുപോയപ്പോൾ നിഴലട്ടിയപ്പോൾ രോഗി സൗഖ്യമായി. और प्रेस वे चलते फिरते उनकी परछाई में बीमार क्यों चंगा हुआ? എന്തുകൊണ്ട്? മുടന്തൻ അവർ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്നു. और वे बोलने से प्रेस लंगड़े क्यों चलने फिरने लगा? എന്തുകൊണ്ട്? കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. क्यों उनकी प्रार्थना के भीतर बंदीगृह का नींव हिल गया? സിംഹത്തിന്റെ വായ എങ്ങനെ അടയപ്പെട്ടു? और शेर की मुंह कैसे बंद हुआ? തീയുടെ ബലം
ബലം എങ്ങനെ കെട്ടുപോയി, आग का बल कैसे बुझा, കഴുകുമരം എങ്ങനെ മാറ്റപ്പെട്ടു, और कले प्रेसले जो कले फांसी लगने वाला फांसी का फंदा कैसे बदल गया। ഉള്ളവർ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. और कले प्रेसले यही एक ही बात है कि वे प्रार्थना कर रहा था, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. और कले आज कले प्रेस हम प्रार्थना करके प्रारंभ करें. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. हमारा प्रार्थना जीवन में हम लौट आए, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. हमारा प्रार्थना जीवन में हम लौट आए. आज എത്ര പേരെന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയോ, आज दिन में पवित्र आत्मा मुझसे कहते हैं, എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കർത്താവേ, मुझे कले मुझसे प्रार्थना कर नहीं पा रहे प्रभु, എന്റെ ജീവിതത്തിന്റെ തിരക്കുകൾ എന്നെ തടസ്സപ്പെടുത്തുന്നു, मेरा जीवन की व्यस्ततम बातें मुझे रोक रहे हैं, എന്നെ ഒരു പഴയ പ്രാർത്ഥനാ മനുഷ്യനാക്കി മടക്കി കൊണ്ടുവരണമേ. मुझे एक पुराना प्रार्थना मनुष्य का रूप में लौटा दे प्रभु. ദൈവം സ്വർഗ്ഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയിലേക്ക്, ओ स्वर्ग खुलने वाला एक प्रार्थना में, ദൂതന്മാർ ഇറങ്ങുന്ന ഒരു പ്രാർത്ഥനയിലേക്ക്, स्वर्गदूत लोग उतर जाने वाला प्रार्थना में, ഇരുട്ടിന്റെ ശക്തികൾ പരാജയപ്പെടുന്ന ഒരു പ്രാർത്ഥനയിലേക്ക്, ओ कली अंधकार की सामर्थ्य पराजित होने वाला प्रार्थना में, പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക്, लड़कर प्रार्थना करने वाला प्रार्थना में, എന്റെ യേശു പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥനയിലേക്ക്, मेरा यीशु जैसे प्रार्थना किया वैसे प्रार्थना में, എന്റെ ഭയം മാറ്റുന്ന ഒരു പ്രാർത്ഥനയിലേക്ക്, मेरा डर को दूर करने वाला प्रार्थना में, എന്റെ ഭാവി വെളിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയിലേക്ക്, मेरा भविष्य प्रकट करने वाला प्रार्थना में, പൂർത്തീകരിക്കുന്ന ഒരു പ്രാർത്ഥനയിലേക്ക്, और संपूर्ण करने वाला प्रार्थना में, ദൈവകൃപയിൽ ശരണപ്പെട്ട ഒരു പ്രാർത്ഥനയിലേക്ക്, परमेश्वर के समर्पण किया हुआ प्रार्थना എന്നെ में, മടക്കി കൊണ്ടുവരണമേ. मुझे लौटा ले आ प्रभु. അവയെ പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ ऐसा സ്തുതിക്കുന്നു. कितने लोग प्रार्थना करना चाहते हैं. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി. और मुझे एक बात खाली समझ में आया, ഈ പ്രസംഗത്തിന്റെ വാക്കുകൾ പിശാചിന് ഇഷ്ടപ്പെടുന്നില്ല. और ये खाली प्रेस जो प्रचार का शब्द है वो शैतान पसंद नहीं कर रहे हैं. ചിലരുടെ കണ്ണ് അറിയാതെ അടഞ്ഞു പോകുന്നു. और कुछ लोगों का आंख अब खाली यूं ही नींद टाइप का हो रहे हैं. പിശാച് വന്നിട്ട് ഇങ്ങനെ സ്ലോലി പറയുകയാ, और गले शैतान आ करके गले प्रेस उसे धीरे से बोल रहे हैं, ഈ പ്രസംഗം നീ കേക്കല്ലേ, और ये प्रचार आप सुनना नहीं, ഇപ്പൊ നീ പതുക്കെ സ്കൂട്ടായി അങ്ങോട്ട് മാറുക, और गले प्रेस अब थोड़ा सा धीरे से तू पीछे हो जा, നിന്റെ മൈൻഡിനെ ഒന്ന് ഡൗൺ ആക്കുക, और गले तेरा मन को थोड़ा सा दूसरी जगह ले जा, ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കുക, और गले थोड़ा धीरे से यो ही है कि झपकी ले ले, ആരും അറിയത്തില്ല, और कोई नहीं जानेगा, പതിയെ ഒന്ന് ഉറങ്ങിക്കൊള്ളുക. और थोड़ा झपकी ले लो, കാരണം പിശാചിന് അറിയാം, और क्योंकि शैतान को मालूम है, ഈ പ്രസംഗം കേട്ടാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, और ये प्रचार सुनने से आप आशीष हो जाएगा, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. और आपका बेटा बेटी आशीष हो നിങ്ങൾ जाएगी. പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുത്താൽ आप प्रार्थना करने के लिए यदि निश्चय പിശാചിനെ करेगा, കത്തിപ്പോകും, അവൻ കത്തിപ്പോകുമെന്ന് പിശാചിനറിയാം. और वो निर्णय के सामने शैतान जल जाएगा, അവന്റെ സാമ്രാജ്യങ്ങൾക്കെതിരെ ഇടുന്ന ബോംബുകളാണ് പ്രാർത്ഥന എന്നവൻ അറിയാം. और कल उसका साम्राज्य का कल वो अंदर जो बॉम्ब डालता है वही है आपका प्रार्थना, പൈശാചിക കോട്ടകൾ പൊട്ടിത്തെറിക്കുമെന്ന് പിശാചിനറിയാം. और शैतान को मालूम है कि वो टूट कर अलग हो जाएगा. ആമേൻ. ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ, और इतिहास को आप देख लीजिए, ബൈബിൾ നിങ്ങൾ പരിശോധിക്കൂ, पवित्र शास्त्र आप देख लीजिए, എവിടെയെങ്കിലും ആരെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ, और यदि किसी जगह पर कोई बढ़ गया है तो, ഏതെങ്കിലും സഭ വളർന്നിട്ടുണ്ടെങ്കിൽ, और यदि किसी कल कलीसिया बढ़ गया है तो, പ്രസംഗം കൊണ്ട് സഭ വളർന്നിട്ടില്ല, और प्रचार करने से और कल भाषण देने से कलीसिया बढ़ा नहीं, കാശുള്ളവർ വന്നതുകൊണ്ട് സഭ വളർന്നിട്ടില്ല, और कल कोई कल बड़ा जन आने से कलीसिया बढ़ा नहीं, ലാൻഡ് വാങ്ങിച്ചതുകൊണ്ട് സഭ വളർന്നിട്ടില്ല. और बहुत बड़ा कल जमीन खरीद लिया इसलिए कलीसिया बढ़ा नहीं, പക്ഷെ സഭയ്ക്കകത്ത് പ്രാർത്ഥനാ വീരന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ, लेकिन कलीसिया के अंदर प्रार्थना वीर यदि खड़ा हो गया तो, പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ സഭയ്ക്കകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, प्रार्थना करने वाला बहन लोग कलीसिया के अंदर खड़ा हो गया तो, അവിടെ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്, वहाँ परमेश्वर का लोग बढ़ जाएगा, आत्मा छुटकारा पाएगा, അവിടെ അത്ഭുതങ്ങളുടെ വാതിക തുറന്നിട്ടുണ്ട്, वहाँ आश्चर्य का खले द्वार खुल जाएगा, അവിടെ രാജ്യങ്ങളുടെ വാതിക തുറന്നിട്ടുണ്ട്, वहाँ आश्चर्य कर्मों का द्वार खुल जाएगा. ആത്മാവിൽ പറഞ്ഞാട്ടെ, പ്രാർത്ഥനയാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പോരാടി പ്രാർത്ഥിച്ച प्रार्थना में हम संघर्ष करें. Change your inner mind. പരിശുദ്ധാത്മാവിൽ പറയുന്നു, change your inner mind. और परमेश्वर की आत्मा में बता रहा हूं, एक जयवंत जीवन, प्रार्थना का जयवंत जीवन, മനോഭാവങ്ങൾ മാറട്ടെ, और हर एक पाप दूर हो जाए. സ്തോത്രം. आमीन.
ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना व्यर्थ नहीं जाएगा. അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. और अगल बगल में बैठने वाले को थोड़ा छू कर कहिए एक भी प्रार्थना व्यर्थ नहीं होगा. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना बेकार नहीं जाएगा. ആമേൻ. നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. और आप जो बोला है वो ठीक से नहीं बोला है. ചെവിയിലും തൊട്ടിട്ട് പറഞ്ഞിട്ട് और गले प्रेस और दूसरे का कान में थोड़ा छू के बोलिए एक भी प्रार्थना बेकार नहीं जाएगा. एक भी प्रार्थना बेकार नहीं जाएगा. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. और खाली एक भी प्रार्थना बेकार नहीं जाएगा. ഇപ്പോൾ ഉറക്കമൊക്കെ മാറി. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. और एक भी प्रार्थना व्यर्थ नहीं जाएगा. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना बेकार ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना बेकार नहीं പോകത്തില്ല. ഒരു പ്രാർത്ഥനയും बेकार नहीं जाएगा. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना खाली ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. प्रार्थना व्यर्थ नहीं जाएगा. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना व्यर्थ नहीं അത്ഭുതങ്ങൾ പ്രാർത്ഥനയിൽ സൃഷ്ടിക്കപ്പെടും. और खाली आश्चर्यकरम सृष्टि खाली सृजन हो जाएगा. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. एक भी प्रार्थना खाली प्रेस बेकार नहीं जाएगा. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കറിയാം ആഫ്രിക്കയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന और खाली अफ्रीका का खाली प्रेरित कर जाने वाला ഡേവിഡ് ഡിക്സനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുവാനിടയായി. डेविड डिक्सन नामक व्यक्ति के बारे में मैंने कल बीते दिन में कल पढ़ा. ഞാൻ ഡേവിഡ് ഡിക്സന്റെ ഹിസ്റ്ററി വായിച്ചപ്പോൾ जब मैं डेविड डिक्सन का पुस्तक जब पढ़ रहे थे അദ്ദേഹത്തിന്റെ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ और വായിക്കാനിടയായി. उसका माताजी जो प्रार्थना किया है उसके बारे में मैं पढ़ा. ഡേവിഡ് ഡിക്സൺ ഇതുപോലെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ और डेविड डिक्सन कल इसी प्रकार छोटा बच्चे थे. അമ്മ എല്ലാ ദിവസവും ആ കുഞ്ഞിനെ മടിയിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. और कल ये हर एक दिन कल परमेश्वर का कल दास की माताजी उनका कल गोदी में लेके प्रार्थना करता था. പ്രാർത്ഥിച്ച് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട കണ്ണുനീർ തുള്ളികൾ ഡേവിഡ് ഡിക്സന്റെ തലയിലേക്ക് വീഴുമായിരുന്നു. और माताजी का प्रार्थना में बहने वाला आंसू का बूंद डेविड डिक्सन का सिर पर गिर जाता था. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോട് കുഞ്ഞുകുട്ടിയായ ഡേവിഡ് ഡിക്സൺ ചോദിച്ചു. और कल एक दिन कल छोटा बालक डेविड डिक्सन माताजी से पूछने लगे, മമ്മി, हे माताजी, എല്ലാ ദിവസവും എന്തിനാണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? हे माताजी, रोज क्यों आप आंसू बहा के प्रार्थना करती हैं? മമ്മിയുടെ കണ്ണുനീർ മുഴുവൻ എന്റെ തലയിൽ വീഴുകയാണ്. और आपकी सारे आंसू मेरा सिर का ऊपर गिर रहा है. അമ്മ പറഞ്ഞ മറുപടി കേൾക്കണമോ? और माताजी जो कल जो जवाब दिया मालूम है, എന്റെ പ്രിയ മകനെ, हे मेरा प्रिय बेटा, നീ ഞാൻ പ്രാർത്ഥിച്ച് ഈ കണ്ണുനീരുകൾ വിടുമ്പോൾ और मैं प्रार्थना करके ये आंसू जब तेरा ऊपर गिरता है നിന്റെ തല ഒരു ഇരുമ്പ് കവചമായി മാറ്റപ്പെടുകയാണ്. और तेरा जो सिर है एक लोहे का कवच का रूप में कल बदल जाते हैं. ഇപ്പോൾ നിന്റെ തലയോട്ടികൾക്ക് മാർദ്ധവമാണ്, ചെറു. और कल प्रेस अभी जो है तेरा कल मस्तिष्क जो है नरम है. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ തരികയാണ്. और जब मेरा आंसू गिरता है, मैं प्रार्थना करता है तो परमेश्वर तुम्हारे लिए एक सुरक्षा कवच देता है. ആഫ്രിക്കയിൽ സുവിശേഷമായ ഡേവിഡ് ഡിക്സൺ പോകുമ്പോൾ और अफ्रीका में सुसमाचार सेवकाई के लिए डिक्सन जब जा रहे हैं, നരഭോജികളായ കാട്ടുവാസികളായ മനുഷ്യർ और मनुष्य मांस खाने वाला, मनुष्य को एक दूसरे को खाने वाला मांस भोजी लोगों के സുവിശേഷത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ നരഭോജികളായ മനുഷ്യർ और सुसमाचार को ना समझने वाले एक नरभोजी लोग വിഷം പുരട്ടി അമ്പുകൾ ആമേൻ ഡേവിഡ് ഡിക്സൺ തലയിലേക്ക് എയ്തു വിടുവാനിടയായി തീർന്നു. और कल डेविड डिक्सन का सिर के ऊपर वे लोग जो हैं अपना अस्त्र भेज दिया. ഈ അമ്പുകൾ ഡേവിഡ് ഡിക്സന്റെ തലയിൽ വന്നു കൊണ്ടിട്ട് और ये अस्त्र जो है कल उसका सिर पर आकर लगने के बाद ആ തലയ്ക്ക് ഒരു കേടും സംഭവിച്ചില്ല. और वो सिर पर कोई भी प्रकार का घाव नहीं ആ हुआ. അമ്പുകൾ തലയ്ക്കകത്തേക്ക് കയറിപ്പോയില്ല. और खाली वो जो अस्त्र है उसका सिर के अंदर घुसा नहीं. പല പ്രാവശ്യം അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി और തീർന്നു. कई बार मृत्यु से वो बच गया. എങ്ങനെ സംഭവിച്ചെന്നറിയാമോ? और ये कैसे हुआ मालूम है? ഈ മനുഷ്യൻ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ये मनुष्य जो है जब छोटा बालक थे, ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുകൾ അത് സ്വർഗത്തിന്റെ കവചമാക്കി ദൈവം മാറ്റുവാനിടയായി. और ये माताजी का प्रार्थना की आंसू जो है उसे बचाने का कवच बन करके उसके ഒരു साथ है. പ്രാർത്ഥനയും പാടായി പോകത്തില്ല. एक भी प्रार्थना बेकार नहीं നിന്റെ जाएगा. മക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ പാടായി പോകത്തില്ല. आपका बच्चों के लिए जो आंसू നിന്റെ है वो മക്കൾക്ക് बेकार വേണ്ടിയുള്ള नहीं ഉപവാസം जाएगा. പാടായി പോകത്തില്ല. आपकी आंसू बेकार नहीं നിന്റെ जाएगा. തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാടായി പോകത്തില്ല. तेरा बच्चों के लिए जो प्रार्थना है वो बेकार नहीं जाएंगे. വിശ്വസിക്കുന്നവരെ കരമടിച്ചു പറഞ്ഞാട്ടെ, विश्वास करने वाला तालियां ഒരു बजा करता പ്രാർത്ഥനയും है. പാടായി പോകത്തില്ല. एक भी प्रार्थना व्यर्थ नहीं होगा. ഒരു ആഴമായ പ്രാർത്ഥന അനുഭവത്തിലേക്ക് സഭ വരട്ടെ. ओ या तात्विक प्रार्थना की ओर कलीसिया के प्रसाने पाए आत्मा की क्षेत्र जो प्रार्थना का है खुल जाए. दीबारा बाला बारा हम शनारी बाला സ്തോത്രം. अर्तल कमानिया का सादादारी गंदर. ഹല്ലേലൂയ. हालेलुया.
നിങ്ങൾക്ക് ദൈവത്തെ ബലഹീനനാക്കാൻ പറ്റുമോ? और क्या आप परमेश्वर को कमजोर कर सकता है? ദൈവത്തെ ബലഹീനനാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? और क्या परमेश्वर को कमजोर कर सकते हैं आप? नहीं, ദൈവം ശക്തനാണ്. क्योंकि परमेश्वर सर्वशक्तिमान है. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. परमेश्वर से कोई बात असंभव नहीं है. ദൈവത്തെ നിങ്ങൾക്ക് ബലഹീനനാക്കാൻ പറ്റുമോ? क्या परमेश्वर को आप कमजोर बना सकते हैं? ഹലോ ബിലായി പറ്റുമോ? മലയാളി ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്കിൾ ജി പറ്റുമോ? Praise the Lord. Hallelujah. ഇവിടെ ഒരു അങ്കിൾ പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. മലയാളി അങ്കിൾ ഐ ലവ് യു. വാട്ട് ഇസ് യുവർ നെയിം? മാത്യു അങ്കിൾ. प्रार्थना से परमेश्वर को तो बदल कर सकता है. ദൈവത്തെ പ്രാർത്ഥനയിൽ കൂടി ബലഹീനാക്കാൻ പറ്റും. കൈയടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചു. परमेश्वर को खाली कमजोर करने के लिए एक ही बात है जो प्रार्थना के साथ कर सकते हैं. ദൈവത്തെ നിങ്ങൾക്ക് ബലഹീനനാക്കാൻ പറ്റുമോ? क्या परमेश्वर कल को आप कमजोर कर सकते മരിച്ചവരെ हैं? ഉയർപ്പിക്കുന്ന ദൈവത്തെ, और परमेश्वर മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ, मृतकों को जिलाने वाला परमेश्वर, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ, आकाश और पृथ्वी को रचने वाला प्रभु, പരമാധികാരിയായ ദൈവത്തെ और सारे बातों पर अधिकार रखने वाला परमेश्वर, ബലഹീനനാക്കാൻ പറ്റുമോ? और क्या उसे कमजोर कर सकते हैं आप? ബൈബിൾ പറയുന്നു, परमेश्वर का कलाम ഈ कहता है, ലോകത്തിലെ മുഴുവൻ മണ്ണിനെയും അവൻ നാഴിക്കുള്ളിൽ കയ്യിലെടുക്കുകയാണ്. और ये कले सारे पृथ्वी का कले प्रेस लॉर्ड कले आमेन, कले जो है कले पृथ्वी को कले उन्होंने एक मुट्ठी के अंदर बना ഈ देते हैं, ലോകത്തിലെ സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും ദൈവം നിയന്ത്രിക്കുകയാണ്. और सारे समुद्र का पानी को उन्होंने मुट्ठी में रखने वाला പക്ഷേ परमेश्वर. മാത്യു അങ്കിൾ പറഞ്ഞതിന്റെ ആൻസർ ഞാൻ പറയട്ടെ. और कले प्रेस, लेकिन मैथ्यू अंकल बनाए हुआ बातों का हाल उत्तर में देता हूं. ഒരു പാവപ്പെട്ട ദൈവത്തിന്റെ പൈതൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുന്മേൽ നിന്നിട്ട്, और एक कले प्रेस लॉर्ड कमजोर परमेश्वर का जन प्रार्थना करने के लिए जब घुटना में बैठते हैं, അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ആ പായിൽ വീണ് കഴിഞ്ഞാൽ, और एक बूंद आंसू उसके कले लिए वो कले चटाई में गिरेगा, അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആലയത്തിനകത്ത് വീണ് കഴിഞ്ഞാൽ, और उसकी आंखों से एक बूंद आंसू उस चटाई में उस भवन में गिर जाएगा. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का पवित्र कलाम कहता है, സർവശക്തനായ ദൈവത്തിന് परमेश्वर जो सर्वशक्तिमान ഈ है, കണ്ണുനീര് കടന്നപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. और ये आंसू को पार करके वो आगे बढ़ नहीं सकता. ഈ കണ്ണുനീര് കടന്ന് ദൈവത്തിന് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. ये आंसू को पार करके परमेश्वर आगे बढ़ नहीं सकता. ഒരു തുള്ളി കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ, ओ एक बूंद आंसू यदि गिर जाएगा तो, നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ, ओ तेरी आंसुओं को पार नहीं करेगा परमेश्वर, तेरा आंसुओं को पार नहीं करेगा. ഒരു തുള്ളി കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ ദൈവം അപ്പുറത്ത് പോകത്തില്ല. एक बूंद आंसू की आगे परमेश्वर बढ़ेगा नहीं. സ്തോത്രം. हालेलुया. ഹോസ്പിറ്റൽ കണ്ടിട്ടുള്ളവരെല്ലാം കൈപൊക്കിയാട്ടെ. ബിലായി और जितने लोग अस्पतालों को देखे हैं वे लोग अपना हाथों को बढ़ाएं. ഹോസ്പിറ്റൽ പോയിട്ടുള്ളവർ കൈപൊക്കിയാട്ടെ. अस्पताल में जितने लोग गया है वे लोग अपना हाथों को बढ़ाएं. ഹോസ്പിറ്റലിൽ ലാബുകളുണ്ട്, അവിടെ പോയിട്ടുള്ളവർ और अस्पतालों का जो टेस्ट करने की लाभ होती है, वो लाभों को कितने लोग देखे हैं वे लोग थोड़ा हाथ बढ़ाएं. ഛത്തീസ്ഗഡിലെ ലാബുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. और छत्तीसगढ़ का लाभ कैसे है मुझे नहीं मालूम है. കേരളത്തിന്റെ ലാബ് മെഡിക്കൽ ലാബിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. और कल केरल में यदि है तो मेडिकल लैब का सामने में एक बोर्ड टंगा हुआ है. രക്തം, കഫം, മലം, മൂത്രം എല്ലാം പരിശോധിക്കും. और कल जो है जितने जितने वस्तु हैं जो कल उसे जांचने की है, ये जांच प्रक्रिया यहाँ होगा करके लिखा है. ഞാൻ അമേരിക്ക, കാനഡ, പല പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഒരു രാജ്യത്തും അമ്മേ സ്തോത്രം നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടുപോവാ, അതിനകത്ത് എത്ര സങ്കടമുണ്ട്, വേദനയുണ്ട് എന്ന് പരിശോധിച്ച് തരാമെന്ന് പറഞ്ഞ ഒരു ലാബ് ഞാൻ വേൾഡിൽ ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. मैं कई जगह पर कल प्रेस गया हूं, लेकिन उसी किसी भी लैब में एक वस्तु का टेस्ट के कल रिपोर्ट देने के लिए नहीं लिखा गया है वो आंसू है, उसमें कितना संकट है, कितना दुख है, कितना मुसीबत है करके जांच के उसका रिजल्ट देगा करके किसी जगह पर लिखा नहीं है. ബിലായി ചർച്ച് ഓഫ് ഗോഡിനകത്ത് തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ലാബ് ഇന്ന് പകൽ ഇവിടെ വെച്ചിട്ടുണ്ട്. लेकिन आज आपके आंसुओं को जांचने वाला एक लाभ स्वर्ग से यहाँ खुला हुआ है. ലോകമേ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഇവിടെ ഇന്ന് പകൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. और संसार में जो विज्ञान नहीं है वो विज्ञान परमेश्वर ने यहाँ खुला हुआ है. നിന്റെ മകൾക്ക് വേണ്ടി നീ കരയുന്ന കരച്ചില്, നിന്റെ മകന് വേണ്ടി നീ കരയുന്ന കരച്ചില്, और तेरे बेटे के लिए, बेटी के लिए, तेरे विषय के लिए जो आंसू तू बहा रहा है, उसे जांचने वाला एक लाभ यहाँ खुला हुआ है.
സ്വർഗം പറയുന്നു നിന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ സൂക്ഷിക്കുന്നു. और परमेश्वर की कलाम कहता है तेरी आंसुओं को मैं कुपियों में भर कर रखूंगा. ഈ ലോകത്തിൽ ആര് നിന്നെ മറന്നു കളഞ്ഞാലും, और कल ആര് നിന്നെ മറന്നു കളഞ്ഞാലും, कोई भी कल तुझे भूल जाएगा तो भी, ആര് നിന്നെ മനസ്സിലാക്കാൻ कोई പറ്റിയില്ലെങ്കിൽ, भी तुझे समझेगा नहीं तो भी, ഈ പകൽ കർത്താവ് നീ മടങ്ങി വരുമെങ്കിൽ പ്രാർത്ഥനയിലേക്ക്, और ये कल परमेश्वर कहता है यदि तू प्रार्थना की ओर लौट जाएगा तो കണ്ണുനീരിന്റെ മുൻപിൽ അവൻ മറുപടിയുമായി ഇന്ന് പകൽ तेरी आंसुओं के सामने वो उत्तर लेकर के आएगा. ഒരു മനുഷ്യൻ ദൈവത്തെ ബലഹീനനാക്കുകയാണ്. और एक मनुष्य जो है परमेश्वर को कमजोर कर रहा है. ഭയങ്കര ഉടായിപ്പുകാരനാണ് ആ മനുഷ്യൻ. और कल वो मनुष्य जो है बहुत बड़ा कल बेकार व्यक्ति है. ചേട്ടനെ പറ്റിച്ചവൻ, ചേട്ടനെ और कल प्रेस अपना भाई को जिन्होंने कल जो है कल प्रेस बेवकूफ बनाया. അപ്പനെ പറ്റിച്ചവൻ, और कल माँ कल बाप को बेवकूफ बनाया. അമ്മായിയപ്പനെ ഫാദറിനെ പറ്റിച്ചവൻ, और कल अपना कल ससुर को बेवकूफ बनाया. പറ്റിക്കാൻ പറ്റിയ എല്ലാവരെയും പറ്റിച്ചവൻ. जिन जिन को बेवकूफ बना सकते हैं सबको बेवकूफ बनाने वाला व्यक्ति. 14 വർഷം ഈ പുള്ളിക്കാരൻ പറ്റിച്ചു. और 14 साल ये एक दूसरे को अल जो है बेवकूफ बनाते അവന്റെ रहे. പേര് യാക്കോബ് എന്നാണ്. और उसका नाम याकूब है. എന്നാൽ ഒരു ദിവസം അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ लेकिन ഇരുന്നു. एक दिन वो प्रार्थना करने के लिए प्रभु की उपस्थिति में रहा. അവന് മനസ്സിലായി ദൈവത്തിന്റെ മുമ്പിൽ ഈ പറ്റിപ്പൊന്നും നടക്കത്തില്ല. और उनको कल मालूम पड़ा कि परमेश्वर के सामने इस प्रकार की चतुराई नहीं होगी. ഇവിടെ ഒരു ജിമിക്കിയും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. और परमेश्वर के सामने चतुराई मेरी चलेगा नहीं. ഇവിടെ എനിക്ക് ഒരു ആക്ടിങ് നടത്താൻ और പറ്റത്തില്ല. यहाँ मैं किसी प्रकार की नाटक नहीं कर सकता അവൻ है. പറഞ്ഞു ദൈവമേ, उन्होंने कहा है प्रभु, ദൈവമേ എനിക്ക് നിന്റെ ഒരു അനുഗ്രഹമില്ലാതെ और हे परमेश्वर तेरी एक आशीष के बिना ഒരടി എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. एक कदम भी मैं आगे बढ़ नहीं सकता. അവൻ പ്രാർത്ഥിക്കുവാനിരുന്നു. और वे प्रार्थना करने लगा. ദൈവം അവിടെ ഇറങ്ങി വന്നു. परमेश्वर वहां उतर आया. അവൻ ദൈവത്തെ കയറി പിടിച്ചു. वो परमेश्वर को कब्जा कर लिया. ദൈവത്തെ അവൻ വിടാതെ പിടിച്ചു. और परमेश्वर को ना छोड़ते हुए परमेश्वर पकड़ने लगा. രാത്രി മുഴുവൻ പിടിച്ചു. वो जकड़ करके पकड़ लिया. സർവശക്തനായ ദൈവം പറയുകയാണ്, और सर्वशक्तिमान परमेश्वर कहता है യാക്കോബേ, हे याकूब, നീ എന്നെ വിട്. और हे कले तू मुझे छोड़. എനിക്ക് പോകാൻ പറ്റുന്നില്ല. और मुझे जा नहीं सकता. നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ, और तेरी आंसू के सामने, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ तेरा प्रार्थना के सामने ഞാൻ ബലഹീനനാകുകയാണ്. मैं कमजोर हो रहा हूँ. എനിക്ക് പോകാൻ പറ്റുന്നില്ല. मैं जा नहीं पा रहा हूँ. യാക്കോബ് ഒന്നുകൂടി കയറി പിടിച്ചു. और याकूब और कसकर पकड़ लिया. എന്റെ ദൈവമേ, हे परमेश्वर, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. मुझे आशीष देने बिना मैं ഇന്ന് तुझे പകൽ नहीं ദൈവത്തെ छोड़ेगा. പിടിക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? आज दिन में कौन ദൈവത്തെ ऐसा പിടിക്കുവാൻ परमेश्वर को ആർക്കെങ്കിലും पकड़ മനസ്സുണ്ടോ? सकता है? ദൈവത്തെ परमेश्वर को പിടിക്കാൻ कौन पकड़ മനസ്സുണ്ടോ? सकता है? ദൈവത്തെ परमेश्वर को പിടിക്കാൻ कौन पकड़ മനസ്സുണ്ടോ? सकता है? ദൈവത്തെ പിടിക്കാൻ ഇന്ന് പകൽ ആർക്കെങ്കിലും മനസ്സുണ്ടോ? कौन परमेश्वर को पकड़ेगा? ദൈവത്തെ പിടിക്കാൻ മനസ്സുണ്ടോ? कौन परमेश्वर को पकड़ेगा? പ്രാർത്ഥനയിലേക്ക് നമ്മൾ മടങ്ങി വരിക. आमेन. प्रार्थना में लौटाएं. അഭിഷേകത്തിലേക്ക് മടങ്ങി വരിക. अभिषेक में खाली वापस लौटाएं. വചനത്തിലേക്ക് മടങ്ങി വരിക. वचन में लौटाएं. ദർശനത്തിലേക്ക് മടങ്ങി വരിക. दर्शन में लौटाएं. കൃപാവരങ്ങളിലേക്ക് മടങ്ങി വരിക. और अनुग्रह में वरदानों में लौटाएं. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് आज यीशु मसीह का नाम का सामर्थ्य को पहचान कर നമ്മൾ മടങ്ങി വരിക. और हम लौटाने पाए. ദൈവം ഒന്നാമത് നോക്കുന്നത് പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും നോക്കും. और पगला परमेश्वर देख रहा है कि भविष्यद्वक्ताओं को और याजकों को. അവിടെ അവർക്ക് ദൈവത്തിന് പ്രതീക്ഷയില്ല. അവർ ക്ലീനും അൺക്ലീനും തമ്മിൽ മിക്സപ്പ് ചെയ്തിരിക്കുന്നു. और कल वहां भविष्यद्वक्ता और कल जो है परमेश्वर के कल वचन को शुद्ध और अशुद्ध का बीच में फर्क नहीं दिखाई दिया. സെക്കൻഡ്ലി ദൈവം നോക്കുന്നത് और दूसरी बात परमेश्वर देख रहे हैं. എഗസ്കേൽ ചാപ്റ്റർ 22-29. और कल एजेकिएल की पत्री कल 22 अध्याय का 29वां पद 29. താങ്ക് യു. ദൈവം സാധാരണക്കാരായ ജനത്തെ നോക്കുകയാണ്. देश के साधारण लोगों के ऊपर परमेश्वर दृष्टि लगा रहे हैं. അവിടെ അനീതിയും അക്രമവും നിറഞ്ഞു നിൽക്കുന്നു. वहां अंधेर और कल प्रेस लौट कल हमें कर रहे हैं लोग. ദൈവത്തിന് പ്രസാദിക്കാൻ പറ്റുന്നില്ല. और परमेश्वर कल जो है प्रसन्न नहीं हो सकता ഈ है. കാലഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ और कल जब हम कल देखते हैं ദൈവത്തെ ഭയമില്ലാത്ത കാലഘട്ടം, और परमेश्वर को भय ना करने वाला कल समय, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കാലഘട്ടം, लोग कुछ भी कर लेंगे. സമാധാനമില്ല, അനീതി കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. और शांति
शांति नहीं है, अधार्मिकता से संसार भरा हुआ है। ഭരണകർത്തൃ മേഖലകളിൽ യാതൊരു നീതിയും ന്യായവുമില്ല. और खाली परमेश्वर के लोगों के बीच, साधारण लोगों के बीच में कोई भी प्रकार की धार्मिकता नहीं। ഭരണ സംവിധാനങ്ങളിലും നീതി ന്യായ വ്യവസ്ഥകളിലും ഒരു നീതിയും ഇല്ലാത്ത കാലഘട്ടം. और धार्मिकता की और अगर किसी भी प्रकार की धार्मिकता और किसी भी प्रकार की न्याय ना करने वाला लोग, മറ്റുള്ളവരെ ഉപദ്രവിച്ച് സമ്പത്തുണ്ടാക്കാൻ മനുഷ്യൻ വെമ്പൽ കൂട്ടുന്ന കാലഘട്ടം. और दूसरों को छीना झपटी करके अपनी संपत्ति को बढ़ाने वाला दिन। ഞാൻ ദൈവസഭയോട് ആത്മാവിൽ ആത്മാർത്ഥമായി പറയട്ടെ, मैं परमेश्वर के लोगों से खाली हृदय से कहना चाहता हूं, ദൈവം തരാത്ത സമ്പത്ത് നമുക്ക് വേണ്ട. परमेश्वर नहीं देने वाला संपत्ति हमें नहीं चाहिए। ദൈവം തരാത്ത ഒരു അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ട. परमेश्वर ना देने वाला कोई भी अनुग्रह हमें नहीं चाहिए। നമ്മുടെ പേഴ്സ് വിശുദ്ധമായിരിക്കട്ടെ. हमारा जो बटुआ है वो पवित्र हो जाए। നിങ്ങളുടെ എല്ലാ ബാങ്ക് ബാലൻസുകളും വിശുദ്ധമായിരിക്കട്ടെ. तुम्हारा जो खाली बैंक बैलेंस है वो पवित्र हो जाए। മറ്റൊരാളിനെ ഞെരുക്കിയോ ദൈവത്തിന് കൊടുക്കാനുള്ളത് എടുത്തോ ഒരു രൂപ നമ്മൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. और परमेश्वर को जो देना है वो ले करके या दूसरे का छीन करके एक भी रुपया हम ना बढ़ाएं। നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ അത് ഗുണം ചെയ്യത്തില്ല. और मुरे खाली प्राइस अपने लिए और अपना खाली पीढ़ी के लिए वो कोई भी प्रकार का भलाई नहीं करेगा। താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു തരികിടകളും കാണിക്കല്ലേ. और तात्कालिक फायदा के लिए किसी प्रकार की खाली प्राइस और पराक्रम ना दिखाए। ദൈവവചനം ചോദിക്കുന്നു, ദൈവ ന്യായം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? और परमेश्वर कहता है कि परमेश्वर न्याय करने वाला दिन में क्या तुम्हारा हाथ बलवंत रहेगा क्या? ദൈവ വ്യവസ്ഥകളോട് കോംപ്രമൈസ് ചെയ്യല്ല. परमेश्वर की व्यवस्था से आप समझना ना करें। ദൈവത്തിന്റെ പ്രമാണത്തോട് കോംപ്രമൈസ് ചെയ്യല്ല. परमेश्वर की व्यवस्था के साथ आप अपने आप को खाली प्रैस समझौता ना നിന്റെ करें। വിശുദ്ധ ജീവിതത്തോട് കോംപ്രമൈസ് ചെയ്യല്ല. तेरा पवित्रताई के साथ समझौता ना करें। യോബ് പറയുന്നു, ഞാൻ എനിക്ക് എന്റെ ദൈവമായിട്ടാണ് കാര്യമുള്ളത്. और ईयोब ने कहता है कि मैं अपने परमेश्वर के साथ मेरा कार्य है। ഈ ലോകത്തിലെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ, और इस संसार की सब कुछ मुझे नुकसान हो जाएगा तो भी, ഒറ്റ ദിവസം മരിച്ചപ്പോഴോ, और खाली प्रैस 10 बच्चे लोग एक दिन गुजर गया तो भी, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയപ്പോഴോ, सारे संपत्ति धन खाली नष्ट हो गया तो भी, കൂട്ടുകാർ അവനെതിരായി തീർന്നപ്പോഴോ, सारे मित्र लोग शत्रु बन गया तो भी, ഭാര്യ അവനെതിരായി തീർന്നപ്പോഴോ, और सब खाली अपना पत्नी उनका विरुद्ध हो गया तो भी, എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയപ്പോഴോ, सब कुछ उसे नुकसान पहुंच गया तो भी, അവന്റെ ശരീരത്തിൽ പരിക്കളാൽ നിറഞ്ഞിട്ട്, और उसकी शरीर जो है घावों से भरकर, അവസാനം ഒരു ഓട്ടിന്റെ കഷണം കൊണ്ട് ഈ ശരീരത്തിലെ പുഴുക്കളെ ചരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ, और गले प्रेस एक मट्टी की टुकड़ा से उन्होंने अपनी शरीर की घाव को खरोचते समय, ഭാര്യ പറഞ്ഞു, ദൈവത്തെ തള്ളി പറയാ. और पत्नी बोला कि गले प्रेस लॉर्ड तुम परमेश्वर को इनकार करो। കണ്ടവരും കേട്ടവരും പറഞ്ഞു, നീ ഇനി രക്ഷപ്പെടത്തില്ല. और गले देखा हुआ लोग बोला कि और तुझे गले बच नहीं पाएगा तू, എല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞു. और सब कुछ तेरे सामने समाप्त हो गया। പക്ഷേ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. लेकिन अय्यूब कहने वाला एक बात है, ഒരു വൃക്ഷമായാൽ അതിന് പ്രതീക്ഷയുണ്ട്. एक वृक्ष होने से उसको एक आशा है, അതിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു പോയാലും, और उसका जो गले शाखाएं हैं वो टूट जाने के बाद भी, അതിന്റെ വേരാഴത്തിലേക്ക് നീണ്ടുപോകുന്നു. और उसका जो जड़ है वो गले नदी की और पानी की ओर बढ़ते रहता है, ആഴത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. और वो गहराई से जल को अपनी ओर खींच लेता है। എന്റെ ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു और പോയിട്ടില്ല. मेरा परमेश्वर की ओर की संबंध जो ഞാൻ मेरा है वो नुकसान नहीं हुआ है, കോംപ്രമൈസ് ഞാൻ ചെയ്യത്തില്ല. और मैं समझौता परमेश्वर के साथ नहीं ഞാൻ करेगा। ഇങ്ങനെ കിടന്ന് മരിച്ചു പോയാലോ, और मैं ऐसा मर भी जाए, എന്റെ ദൈവത്തെ ഞാൻ തള്ളി പറയത്തില്ല. मेरा परमेश्वर को मैं इनकार नहीं करेगा। എന്റെ കരങ്ങൾ വിശുദ്ധമായ കരങ്ങളാണ്. मेरा हाथ जो है पवित्र हाथ है। എന്റെ ദൈവം തന്ന സമ്പത്ത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. मेरा परमेश्वर दिया गया संपत्ति केवल मेरे हाथ में है। അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കൂ. वो मुझे मार भी दे तो भी मैं उसके लिए बाढ़ जोता रहूंगा। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭയെ, यीशु मसीह का नाम से परमेश्वर की कलीसिया, ഇന്ന് പകൽ നമ്മുടെ പ്രാഗൽഭ്യത്തെ, आज दिन में अपनी आपके गले जो गले सुरक्षा है, ശത്രു ചോദ്യം ചെയ്യാതിരിക്കട്ടെ. अपने आप को शैतान सवाल करने ना पाए। നിങ്ങൾ സമ്പാദിക്കുന്ന ലാൻഡ്, और तुम जो हाले अपना लेने वाला खरीदने वाला अपना भूमि, നിങ്ങൾ ഉണ്ടാക്കുന്ന വീട്, और आप उस हाले जमीन के अंदर बनाने वाला നിങ്ങളുടെ घर, മക്കൾക്ക് വേണ്ടി പങ്കിട്ട് കൊടുക്കുന്ന സമ്പത്ത്, और आप अपना संतानों के लिए पीढ़ियों के लिए जो संपत्ति बना के रखे ഈ हैं, വിശുദ്ധ ബൈബിൾ ഉയർത്തി നിങ്ങൾക്ക് പറയാൻ കഴിയണോ? ये पवित्र बाइबल उठाकर आप कहने पाए,
ഇത് അനീതിയായി ഞാൻ ഉണ്ടാക്കിയതല്ല. ये किसी अधार्मिकता से मैंने बनाए नहीं है. ദൈവസന്നിധി നീതിയായി ഉണ്ടാക്കിയതാണ്. मेरा परमेश्वर के सन्मुख में धार्मिकता के साथ मैं बनाया. പറയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ऐसा जितने लोग बोल सकते हैं उसके लिए मैं प्रभु को धन्यवाद करता हूँ. ആ പ്രാഗൽഭ്യത്തിന്റെ പ്രഖ്യാപനം ഇന്ന് പകൽ ദൈവസഭയുടെ നടുവിൽ നടത്തുമ്പോൾ आज उस प्रगल्भता को आप अपना जीवन में घोषणा करेगा. ശത്രു ഭയപ്പെടുകയാണ്. और शैतान हिल जाएगा. ദൈവം മൂന്നാമത് നോക്കുന്നു പ്രതീക്ഷയോടെ. और परमेश्वर तीसरी कल प्रेस लो देख रहे हैं कल बड़ी आशा के साथ. 22 chapter verse 8 और 22 अध्याय का 8वां पद. 22 अध्याय 8वां पद. आमीन. ദൈവം മൂന്നാമത് നോക്കുന്നത് തന്റെ സ്വന്തം ജനത്തെ നോക്കുകയാണ്. और परमेश्वर तीसरी कल देख रहा है अपना खुद का लोगों को देख रहे हैं. അവിടെ ദൈവജനത്തെ കുറിച്ച് പറയുന്നവർ ശബത്തിനെ അശുദ്ധമാക്കുന്നു. और वहां परमेश्वर का लोगों के बारे में लिखा है कि वे शब्द को अशुद्ध बना रहे हैं. അവർ ഏഷണി പറഞ്ഞു നടക്കുന്നു. और वे अपने कल प्रेस एक दूसरे का चुगली बना के घूम रहे हैं. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നടക്കുന്നു. और वे एक दूसरे के ऊपर दोषारोपण करके चल रहे എന്റെ हैं. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, मेरा परमेश्वर के पवित्र लोगों, ഏറ്റവും ഗൗരവമായ ഒരു ദൂത് ഞാൻ ഇതിനകത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. और मैंने एक कल प्रेस लो बहुत कल प्रमुख कल बात बताना चाहता है. നമ്മുടെ വാക്ക് കൊണ്ട് മറ്റൊരാളെ മുറിക്കാൻ നിങ്ങൾ അനുവദിക്കല്ലേ. हम अपना शब्दों से दूसरे को काटने ना पाए. നിങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം മറ്റൊരാളിനെ കുറിച്ച് നിങ്ങൾ പറയല്ല. आपको जब तक कल प्रेस उत्तमता के साथ में बोध्य नहीं है ऐसा बात दूसरे के प्रति ना कहे. ഈ ദിവസം നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ और आज दिन പരിശുദ്ധനാമേ. में आप कितने लोग प्रार्थना कर सकते हैं, प्रभु मेरा होठों को शुद्ध कर. ഞാൻ മറ്റുള്ളവരെ പണിയുന്ന വ്യക്തിയായിരിക്കണമേ. मैं दूसरे को बनाने वाला व्यक्ति हो जाए. എന്നിൽ കൂടി മറ്റുള്ളവർ വളർച്ച പ്രാപിക്കുന്ന അനുഭവത്തിലെത്തണമേ. और मेरे द्वारा दूसरे लोग बढ़ोतरी पाए. प्रभु ആമേൻ. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന നാവ് എനിക്ക് തരണമേ. दूसरों को आशीष देने वाला जुबान मेरी हो जाए. അങ്ങനെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് പകൽ എത്ര പേർ आज ആഗ്രഹിക്കുന്നുണ്ട്? ऐसा एक आशीष के लिए कितने लोग इच्छा करते हैं, आशा रखते हैं. കാൽവറി ചൊരിയപ്പെട്ട രക്തത്താലാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. और मां खाली मसीह यीशु ने कालवरी सूली पर बहाए गए लहू के द्वारा मैं യേശുവിന്റെ उद्धार पाया. കാൽവറിയിലെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. यीशु मसीह के कालवरी सूली का लहू से मैं उद्धार पाया हुआ എന്റെ व्यक्ति हूं. ദൈവം എനിക്ക് വേണ്ടി തന്ന വില ഞാൻ മനസ്സിലാക്കുകയാണ്. मेरे लिए परमेश्वर ने जो कीमत चुकाया उसे मैं ध्यान से എന്റെ देखता हूं. ദൈവം എന്റെ മേലൊരു മൂല്യം വെച്ചിട്ടുണ്ട്. मेरा ऊपर परमेश्वर मेरे लिए एक मूल्य रखा है. അതിനെ ആർക്കും എടുത്തു കളയുവാൻ കഴിയത്തില്ല. और वो कल कीमत कोई कल मेरे से छीन ഏത് नहीं सकता. പറവോന്യ ശക്തികൾ അതിനെതിരെ വന്നാലോ, कोई भी फिरौन की सेना उसके विरुद्ध में आए, ഒരു സൈന്യം നിങ്ങൾക്കെതിരെ പാളയം ഇറങ്ങിയാൽ एक सेना तेरे विरुद्ध में छावनी डाले, ദൈവം വച്ചിരിക്കുന്ന മുദ്രയെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. परमेश्वर रखा हुआ उस मोहर को कोई छू नहीं सकता. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. आइए अपना हाथ बढ़ाकर प्रभु को महिमा करे. हालेलुया बोले. हालेलुया. हालेलुया. കർത്താവ് പറയുന്നു परमेश्वर योग कहता है നിങ്ങൾ യേശുവിന് വിലപ്പെട്ടവരാ. और खाली आप यीशु मसीह का लहू से खरीदा हुआ है. യേശുവിന് നിങ്ങൾ വിലപ്പെട്ടവരാ. और यीशु मसीह को आप बहुमूल्य है. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? और क्या आप खाली प्रेस को ये बातों का निर्णय है? നിങ്ങൾ പറഞ്ഞ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി കാണിച്ചിട്ട് പറഞ്ഞാട്ടെ, और खाली प्रेस आप एक दूसरे को थोड़ा आंख दिखा करके बोलिए, ഞാൻ നല്ല വിലയുള്ള ആളാ. और मैं अच्छा मूल्यवान हूँ. കണ്ണു തുറന്ന് मैं പറ. अच्छा मूल्यवान हूँ. मैं कीमती हूँ. എനിക്കൊരു വില मैं യേശു कीमती വെച്ചിട്ടുണ്ട്. हूँ. आमीन. എനിക്കൊരു യേശു ഒരു വില വെച്ചിട്ടുണ്ട്. मेरे को यीशु कीमती बनाया है. അതിനെ എടുക്കാൻ ആർക്കും പറ്റത്തില്ല. और वो कोई छीन नहीं सकता. എന്നെ കുറിച്ച് ആര് അപവാദം പറഞ്ഞാലും, मेरे लिए कोई भी अपमान बोले, എന്നെ ആര് പരിഹസിച്ചാലും, मेरे को और ठट्ठा में कोई भी उठाए, എന്റെ യേശു വച്ചിരിക്കുന്ന വില ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. मेरे को जो परमेश्वर ने मूल्य रखा है वो कोई मुझसे छीन नहीं ഞാൻ सकता. യേശുവിന്റേതാണ്. मैं यीशु मसीह का है. मैं ഞാൻ यीशु मसीह का. യേശുവിന്റേതാണ്. मैं यीशु मसीह का ഞാൻ है. യേശുവിന്റേതാണ്. मैं यीशु मसीह का है. നിങ്ങൾ വിലയുള്ളവരാണ്. आप मूल्यवान हैं. നിങ്ങൾ വിലയുള്ളവരാണ്. आप मूल्यवान हैं. ഒരു 500ന്റെ നോട്ട് തരാമോ? ഞാൻ തിരിച്ചു തരാം. ഒരു 500ന്റെ കറൻസി തരാമോ? और खाली एक 500 रुपया का नोट किसी के पास है तो थोड़ा दे दीजिए. രാജാരുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കമോൺ. കഴിഞ്ഞ ദിവസം ചോദിച്ച ആൻസറിന്റെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ 500 രൂപ കൊടുത്തു കേട്ടോ ഇന്ന് രാവിലെ. हालेलुया. താങ്ക് യു ട്രിവാൻഡ്രം ആൻറ്റി, താങ്ക് യു. ഈ ക്യാഷ് ഇത് എത്ര രൂപയാ? अरे ये कितना पैसा है? 500 का नोट. ഈ ക്യാഷ്
ये जो पैसा है ആന്റി എനിക്ക് തന്നപ്പോൾ തിരിച്ചു കൊടുക്കും നല്ല ഉറപ്പുണ്ട്. और कल पैसे उन्होंने कल मेरे को दिया है वो मेरे लिए नहीं दिया है, वापस लौटाऊंगा. ഞങ്ങൾ രണ്ടും ഒരു നാട്ടുകാരാ. और क्योंकि हम दोनों एक ही देश के हैं, അതുകൊണ്ട് ബിലായിൽ കിട്ടിയില്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നാണെങ്കിലും മേടിക്കാം എന്നുള്ള ഒരു ഉറപ്പിലാണ് അവർ തന്നത് എനിക്ക്. और कल पैसे लौटे कल हमें यहाँ वापस मिलेगा नहीं है तो भी ट्रिवांड्रम में आके ले लूंगा, ये वाला चिंता में वो मेरे को दिया है. ഞാൻ ഈ നോട്ടിനെ അങ്ങ് ചുരുട്ടി. और कल मैंने इस जो पैसा है उसको पूरा मोड़ दिया है. ഇതിനെ ഞാൻ അടുത്തുള്ള ഡേറ്റി വാട്ടറിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. और कल मैंने कल प्राइस लॉट जो है अगला कल जो डस्टबिन है उसी का अंदर में से फेंक दिया. ഞാൻ ഇതിനെ മൈൻഡ് ചെയ്തില്ല. और मैंने इसको कल बिल्कुल कल ध्यान नहीं दिया. ഞാൻ ഈ ക്യാഷ് ചുരുട്ടിയപ്പോൾ തന്നെ और मैं इस पैसा को जब मोड़ा तभी ആന്റി നോക്കുന്നുണ്ട്, ചരിഞ്ഞു നോക്കുന്നുണ്ട്. और कल प्राइस उन्होंने कल ऐसा धीरे से देख रहे सचमुच मोड़ा है कि नहीं. എന്റെ ക്യാഷ് എന്നാ ചെയ്യുന്നത്? और मेरा जो पैसा है कल वो क्या कर रहे हैं. ഞാൻ ഇത് എങ്ങോട്ടാ എറിയുന്നതെന്ന് ആന്റി നോക്കും. और कल वो देख रहे हैं कि वो कहाँ फेंक रहा हूँ, मैं जाके उठाऊं. ആന്റി നോക്കിയപ്പോൾ ഒരു അഴുക്ക വെള്ളത്തിനകത്തൂടി ഈ 500ന്റെ കറൻസി ഇങ്ങനെ ഒഴുകി പോവുകയാ. और कल प्राइस उन्होंने जब देखा तो कल अगले नाली में जाके गिरा तो वो पानी का ओर तहरते हुए जा रहे हैं. ഞാൻ ഇത് ശ്രദ്ധിക്കാത്ത ഞാൻ വീട് തിരിച്ചു പോയി. और क्योंकि ये कल मेरे को उसको ध्यान देने की जरूरत नहीं है, मैं तो फेंक दिया, कल मैं चले गया. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള ആന്റി എന്നാ ചെയ്യുന്നറിയോ? और कल लेकिन वो ट्रिवांड्रम वाली आंधी क्या करेगा मालूम. ഓടി ആ വെള്ളത്തിന്റെ അടുക്കലേക്ക് പോകും. और कल दौड़ के कल वो पानी के पास जाएगा. അത് ഡേറ്റി വാട്ടർ അഴുക്ക വെള്ളം ഒന്നും നോക്കത്തില്ല. और वो पानी जो है गंदा है ये नहीं देखेंगे. പെട്ടെന്ന് തന്നെ ആ ഈ കറൻസിയെ തിരിച്ചെടുക്കാം. और कल जब कल तुरंत वो जो पैसा है मूल्यवान है इसलिए उसको ले लेगा. ഈ നോട്ട് നോക്കുമ്പോൾ और ये नोट जब देखेगा ഓ ഇതിൽ വെള്ളം പുരണ്ടു, और कल इसका अंदर में गंदा पानी हुआ, ഇതിൽ ചെളിയും അഴുക്കും പുരണ്ടു, और कल गंदगी कल उसका अंदर है, ഇത് വേണ്ട എന്ന് പറഞ്ഞ് और कल ये नहीं चाहिए बोल के ട്രിവാൻഡ്രത്തുള്ള ആന്റി ഇത് കളയത്തില്ല. और कल ट्रिवांड्रम वाली आंधी इसको फिर से फेंकेगा नहीं. ആന്റി എന്നാ ചെയ്യുന്നറിയോ? और आंधी क्या करेगा मालूम ഈ है. നോട്ടെടുത്ത് നിവർത്തി പിടിക്കും. और कल ये जो नोट है कल उसको ठीक करेगा. എന്നിട്ട് ഇങ്ങനെ അടിച്ച് ഇതിന്റെ വെള്ളമെല്ലാം കളയും. और कल पैसा ऐसा हिला करके उसका पानी निकाल देगा. എന്നിട്ട് ചുരിദാറിന്റെ ഷോൾ ചേർത്ത് വെച്ച് ഇതിനെ തുടച്ച് വൃത്തിയാക്കും. और कल चूड़ीदार का शाल से कल उसे कल जो है एकदम कल जो है साफ करेगा. ഇതിൽ എത്ര അഴുക്ക് പുരണ്ടാലും, और ये कितना भी कल जो गंदगी हो जाए, ഇതിൽ എത്ര ചെളി പുരണ്ടാലും, और ये कितना भी गंदगी में आए, ഈ കറൻസി അവർ കളയത്തില്ല. और ये जो करेंसी है कल वो फेंकेगा नहीं. ഇതിനെ വീണ്ടും മടക്കി അവർ പേഴ്സിനകത്തേക്ക് വയ്ക്കും. और कल ये फिर से मोड़ करके अपना कल बटुए के अंदर रखेगा. എന്താണ് കാരണമെന്നറിയാമോ? कारण क्या है मालूम है. ഇതിനെ ആര് ചുരുട്ടിയാലും, और ये इसी को कोई भी मोड़ दे, ഇതിനെ ആര് ചവിട്ടിയാലും, ये किसी ने कल पैर से रोंद दे, ഇന്ത്യ ഗവൺമെന്റ് വച്ചിരിക്കുന്ന ഒരു മൂല്യം ഈ പേപ്പറിനുണ്ട്. और कल प्रेस लॉर्ड भारत सरकार ने रखा हुआ एक मूल्य जो है ആ ये कागज മൂല്യം में है. ഇതിനകത്തുള്ളിടത്തോളം കാലം ये कागज के अंदर जो मूल्य है तब तक, ഇതിനെ ആരും കളയത്തില്ല. और ये किसी ने कल प्रेस उसे फेंकेगा नहीं है. ദൈവം നിങ്ങളുടെ പുറത്തൊരു മൂല്യം വെച്ചിട്ടുണ്ട്. और परमेश्वर आपकी अंदर एक मूल्य रखा हुआ है. ദൈവസഭയുടെ മേൽ ദൈവം ഒരു മൂല്യം വെച്ചിട്ടുണ്ട്. परमेश्वर के कलीसिया के ऊपर परमेश्वर ने एक कीमत रखा ഈ हुआ है. ലോകത്തിലെ ആര് നിന്നെ ഒതുക്കുവാൻ നോക്കിയാലോ, और इस संसार का कोई भी तुझे सकेत में डालने की എത്ര कोशिश करेगा, അപവാദം നിന്നെ കുറിച്ച് പറഞ്ഞാലോ, और कितने भी गले प्रेस भला बुरा तेरे बारे में നിന്റെ कहे, മൂല്യം നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകത്തില്ല. तुम्हारा मूल्य जो है कीमत जो है खत्म नहीं होगा, खत्म नहीं होगा. ആമേൻ. യേശുവിന്റെ നാമത്തിൽ മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. यीशु का महिमा कितने लोग समझ में आया, वे तालियां बजाकर നിങ്ങൾ परमेश्वर ദൈവത്തിന് को महिमा വിലയുള്ളവരാണ്. करें. നിങ്ങൾ ദൈവത്തിന് വിലയുള്ളവരാണ്. और आप परमेश्वर का दृष्टि में बहुमूल्य है. ദൈവത്തിന് നിങ്ങൾ വിലയുള്ളവരാണ്. परमेश्वर का दृष्टि में आप मूल्यवान പിശാചേ, है. മാറിപ്പോ. ओ हे शैतान हट जा, അന്ധകാര ശക്തികളെ വിട്ടുപോ. अंधकार की सामर्थ हट जा. ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട मैं വ്യക്തിയാണ്. यीशु मसीह का लहू से खरीदा हुआ हूँ. എന്റെ ദൈവം എനിക്ക് വെച്ചൊരു മൂല്യമുണ്ട്. मेरा परमेश्वर मेरे लिए रखा हुआ कीमत അതിനെ है. തകർത്ത് കളയുവാൻ ആർക്കും കഴിയത്തില്ല. ओ कीमत को कोई तोड़ नहीं सकता. ആത്മാവിലൊന്ന് പ്രതികരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭാവി, നിന്റെ ജീവിതം, നിന്റെ ശുശ്രൂഷകൾ മടങ്ങി വരട്ടെ. और अगली आत्मा में आप थोड़ी समय परमेश्वर की महिमा करें. ദൈവ आपका സന്നിധിയിലേക്ക് सेवकाई, മടങ്ങി आपका വരട്ടെ, कीमत, മടങ്ങി വരട്ടെ. आपकी गले महिमा ഓ, हाले प्रेस ദൈവ वापस കർത്താവിന്റെ लौटने पाए. ബന്ധത്തിലേക്ക് മടങ്ങി വരട്ടെ. परमेश्वर के സ്വർഗീയ उपस्थिति में ബന്ധത്തിലേക്ക് लौटाए. മടങ്ങി വരട്ടെ. സ്വർഗീയ ബന്ധത്തിലേക്ക് മടങ്ങി വരട്ടെ. स्वर्ग के साथ एक संबंध में लौटाए.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശന്തൽ കനകട ഗദരക്ഷണധാരകദല. ഔഷസേദിവികമ്പം പ്രൗഢാദരാധന. അംസരാധികാധരാധരാധന. ശമനദാനാധികമ്പരാധന. ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. റൈസ്തിഖമനാദാന. റൈസ്തിഖേരേദാനാദാന. ഓരാബാബാബ ശംഭപ്രൗഢാദന. സകല ശാപങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ओ सारे श्राप यीशु के नाम से हट जाए। സകല ശാപങ്ങളും വീടിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. श्राप घरों का भीतर से निकल സകല जाए। അന്ധകാര ശാപങ്ങളും ഞങ്ങൾ പുറത്താക്കുകയാണ്. ओ यीशु मसीह का नाम से हर एक अंधकार की श्राप को बाहर करते हैं। പുറത്താക്കുകയാണ്. ओ बाहर करते हैं। ദൈവം വച്ച മൂല്യത്തെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. परमेश्वर रखा हुआ कीमत कोई खत्म नहीं कर सकता। സ്വർഗം വച്ച മൂല്യത്തെ ആർക്കും എടുക്കാൻ പറ്റില്ല. स्वर्ग तुम्हारे ऊपर रखा हुआ मूल्य कोई ले नहीं सकते। ഓ ശാബറാബാസിയ. आमीन। ഇന്ന് പകൽ നമ്മളത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ जब आज दिन में इस बातों को हम जान लेंगे, നിങ്ങൾ ശ്രദ്ധാ കേന്ദ്രങ്ങളായി മാറ്റപ്പെടാൻ പോകുകയാണ്. आप ध्यान आकर्षित केंद्र होने जा रहा हूं। 15 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും. ശ്രദ്ധയോടെ ഇരുന്നാട്ടെ. और 10-15 मिनट में कल मैंने अपने बातों को अंत करूंगा, आप ध्यान से बैठे। എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ ശ്രദ്ധിക്കപ്പെടണമെന്ന്? और कितने लोग कल चाहते हैं कि मैं किसी का ध्यान में आ जाए? ആഗ്രഹമുള്ളവർ കൈ ഒന്ന് നോക്കിയാട്ടെ. आपको समझ में आ रहा है कि जो हैं आप എന്നെ ध्यान में आ എന്നെ जाए। എല്ലാവരും ശ്രദ്ധിക്കണം. आमीन। आप कल मैं चाहता हूं कि आप मेरी ओर ध्यान दें। ആമേൻ. आमीन। എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. और कल परिसर में चाहता हूं कि कल मेरी ओर आपको ध्यान दें। 90% കൈ പൊക്കിയില്ല. और कल परिसर कितने लोग चाहता है कि लोग मेरी ओर ध्यान दे? ऐसा कितने लोग चाहते हैं? अपने हाथ बढ़ाइए। എന്നെ ആരും കാണണ്ട, എന്നെ ആരും കാണണ്ട, എന്നെ ആരും കാണണ്ട. मेरे को कल कोई ना देखे। ഞാൻ വെരി സിമ്പിളാ. मैं कल बहुत सिंपल है ഞാൻ ഇങ്ങനെ ഒതുങ്ങി അങ്ങ് പൊക്കോളാം. और मैं किसी जगह पर से एक कोंडे से चले जाऊंगा। പക്ഷേ लेकिन നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. और जब मैं आपको ध्यान दे रहा था तो एक बात समझ में आया। നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ओ कल सभी लोगों को ये इच्छा है कि लोग मेरे को ध्यान करें। ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടി നിങ്ങൾ കടയിൽ പോയാൽ और आके चूड़ीदार लेने के लिए आप दुकान में जाएगा ഒരു ചുരിദാർ തന്നാട്ടെ, और एक चूड़ीदार दे दीजिए। ക്യാഷ് കൊടുത്ത് മേടിച്ച്. और कल पैसा दिया कल और लेकर के दे। മലയാളികളുടെ കാര്യം ഞാൻ പറയാം. और कल मलयाली लोगों के बारे में मैं ആ बता रहा हूं। ഷോപ്പിലുള്ള മുഴുവൻ ചുരിദാറും താഴെ ഇറക്കും. और कल वो जो कल एक ही चूड़ीदार लेना है, लेकिन वो दुकान में कितनी चूड़ीदार है पूरा अलमारा से नीचे लगवाए। മറിച്ചും തിരിച്ചും എടുത്ത് വെച്ച് നോക്കാം. और कल प्राइस लौट कल ऊपर कल नीचे सब अल्टी पलटी करके देखेगा। മിററിന്റെ മുമ്പിൽ വന്നിട്ട് നോക്കാം. और कल मिरर के सामने कल दुकानदार का है ना, इसलिए रख के देखेगा। ഞാൻ ബ്യൂട്ടി ആയിരിക്കുന്നവ ഇട്ടപ്പോൾ और कल मैं क्या बोलता है कि इससे कल बहुत अच्छा लग रहा हूं कि नहीं लग रहा हूं। ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. और एक ड्रेस आप लेने के वक्त में ही आपका इच्छा यह है कि सारे लोगों का ध्यान मेरे ऊपर आए। ഒരു പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് മലയാളികൾ വരുന്നതെങ്കിൽ और एक कल मलयाली एक नया ड्रेस पहन करके यदि आ रहे हैं तो ഒരു സ്പെഷ്യൽ ജാടയിലാണ് വരുന്നത്. और कल एक विशेषतम चाल में आता है। എന്തിനാ എല്ലാവരും ശ്രദ്ധിക്കണം? और कल प्रेसिस का मतलब है कि वो सबका और सब उनका और ध्यान दे। അടുത്തിരിക്കുന്നയാള് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ और यदि बगल वाला कल उससे ध्यान नहीं दे रहा है तो നമ്മൾ തന്നെ പിടിച്ച ആ ക്ലോത്തിനെ ഇങ്ങനെ കാണിക്കും. और कल प्रेस हम लोग जो है बगल वाले को थोड़ा सा हल जो है अपना शरीर को लगा करके दिखा देंगे। എന്നിട്ടും അവർ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ और फिर भी वो ध्यान नहीं दे रहे तो ചോദിക്കും, और कल देखेगा സിസ്റ്റർ क्या बहन, എന്റെ ചുരിദാർ എങ്ങനെയുണ്ട്, കൊള്ളാമോ? और ये कल जो है मेरा जो कपड़ा है कैसे है, अच्छा है, लग रहे हैं। എല്ലാവരുടെ ആഗ്രഹം ശ്രദ്ധിക്കണമെന്നാണ്. और सभी लोगों का कल इच्छा है कि मुझे ध्यान दे। സഹോദരന്മാരും അങ്ങനെ തന്നെയാണ്. और भाई लोग भी इससे कोई भिन्न नहीं है। എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് और ആഗ്രഹം. सभी लोगों का यही बात है कि कल लोग मुझे ध्यान करने पाए। ഞാൻ ശ്രദ്ധിക്കാനുള്ള ഒരു മെഡിസിൻ പറഞ്ഞു തരാം. എത്ര പേർക്ക് വേണം? और कल मैं आपको एक विशेषतम दवाई बताना चाहता हूं, आपको दूसरे लोग ध्यान करें। എത്ര പേർക്ക് മെഡിസിൻ? कितने लोग चाहिए मेडिसिन, दवाई? दूसरे लोग आपको ध्यान करने का दवाई। കൈ പൊക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, और ബാക്കിയുള്ളവർക്ക് जितने लोग हाथ बढ़ाए उन्हीं को केवल दवाई मिलेगा, बाकी मेडिसिन किसी को नहीं मिलेगा। हालांकि कितने लोगों को आपको ध्यान करने की दवाई चाहिए? മെഡിസിൻ വേണ്ട. आमीन। വേണ്ട. अरे क्या आपको नहीं चाहिए दवाई? ജെറിക്ക് വേണ്ട, മെഡിസിൻ വേണ്ട. चाहिए, चाहिए तो हाथ बढ़ाने बोला। വേണോ വേണ്ടേ? आमीन। വേണോ വേണ്ടേ? क्या चाहिए कि नहीं चाहिए? ചായേ ചായേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്റർ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് വേണോ? अरे क्या कल पास्टर का पत्नी को चाहिए? വേണം. സ്നേഹമുണ്ടല്ലേ? ട്രിവാൻഡ്രത്തുള്ള ആന്റിക്ക് വേണോ? हालेलुया, हालेलुया। എത്ര വേണം? എത്ര കിലോ വേണം? ഒരുപാട് വേണം.
ആമേൻ. അളവില്ലാതെ വേണം, അളവില്ലാതെ വേണം. സ്തോത്ര. താങ്ക് യു സ്തോത്ര. ആ മെഡിസിൻ ഞാൻ പറയാൻ പോകുകയാണ്. और मैं उस दवाई को बताने जा रहा हूं. ഒരു ഭയങ്കര യുദ്ധം നടക്കുകയാണ്. एक बड़ा कल लड़ाई चल रहा है. ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തിന്റെ പേര് वो लड़ाई करने कल ഏലാ താഴ്വര എന്നാണ്. और कल वो लड़ाई का जो जगह है येला नामक तरायु. ഒരു ഭാഗത്ത് മല്ലനായ ഗോലിയാത്ത് നിൽക്കുകയാണ്. और एक जगह पर जो है कल प्रेस गोलियात जो बड़ा योद्धा है खड़ा है. അവന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റാ. और उसका ऊंचाई बोलने से बहुत बड़ा ऊंचाई है. പടയെങ്കി പടക്കോപ്പ് വാള് പരിച കുന്തം പരിച എല്ലാം ഉണ്ട് അവന്റെ കയ്യിൽ. और उसके सामने कल जो है सारे हथियार की औजार जो चाहिए था सब है. അവന്റെ പുറകിൽ ഫെലിസ്ത്യ സൈന്യം മുഴുവൻ और നിൽക്കുകയാണ്. उसके पीछे में कल फिलिस्तियों की तमाम सेना खड़ा है. അതിന്റെ ഫ്രണ്ടിൽ ഇസ്രായേൽ മക്കൾ നിൽക്കുകയാണ്. और कल उसके सामने इजरायली लोगों का छावनी में इजरायली लोग खड़े हैं. ഇസ്രായേൽ ജനത്തിന്റെ നായകനായ രാജാവായ ശൗൽ നിൽക്കുകയാണ്. और इस्राएल की राजा शाऊल उस सेना के सामने അവനും है. ഹൈറ്റ് ഉള്ളവനാണ്. और वो भी ऊंचा वाला व्यक्ति है. അവന്റെ കയ്യിൽ പടയെങ്കി പടക്കൊപ്പും പരിചാരകരും ബാളും കുന്തവും എല്ലാം ഉണ്ട്. और कल उसके पास भी कल हर प्रकार की लड़ाई की हथियार हल जो है उसके पास हैं. 40 ദിവസമായിട്ട് യുദ്ധം നടക്കുകയാണ്. और 40 दिन से ये ललकार और युद्ध बढ़ रहा है. പക്ഷേ അവിടെ ആർക്കും ജയമുണ്ടാകുന്നില്ല. और वहां एक दूसरे कोई जीत नहीं पा रहा है. അങ്ങനെ ഇരിക്കുമ്പോൾ और वैसा समय में ഒരു കൊച്ചു ചെറുക്കൻ, और एक छोटा लड़का, ഇതുപോലത്തെ ഒരു കൊച്ചു ചോട്ടാബായി, और कल ऐसा एक छोटा वाला അവന് लड़का, വലിയ ഹൈറ്റ് ഒന്നുമില്ല. और उसको बड़ा कल ऊंचाई नहीं है. പക്ഷെ ഇവനെ പോലെ സുന്ദരനാണ്. और कल लेकिन ये इनका जैसे बड़ा सुंदर ഇവനെ है. പോലെ നല്ല മൂക്കുള്ളവനാണ്. और इनका जैसे बड़ा नाक है. ഇവനെ പോലെ നല്ല കണ്ണുള്ളവനാണ്. और इसका जैसे बड़ी अच्छा आंख है. ഇവനെ പോലെ ചിരിക്കുന്നവനാണ്. और इनका जैसे हंसमुख चेहरा അവന് है. ഹൈറ്റ് കുറവാണ്. और उसका ऊंचाई बहुत कम है. അവന്റെ കയ്യിൽ പടയെങ്കിയില്ല. और उसके सामने जो है कल प्रेसलोड औजार അവന്റെ नहीं കയ്യിൽ है. വാളില്ല. और उसके पास तलवार नहीं है. പക്ഷേ लेकिन ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മെഡിസിൻ അവന്റെ കയ്യിലുണ്ട്. और उसका ध्यान आकर्षण करने का एक कल दवाई है उसके पास. അവന്റെ തലമേൽ പകരപ്പെട്ട അനോയിന്റിംഗ് എന്ന മെഡിസിൻ, और उसके सिर का ऊपर जो अभिषेक की तेल जो गिरा है वही दवाई. അവന്റെ തലമേൽ പകരപ്പെട്ട അഭിഷേകം അവന്റെ മേലുണ്ട്. उसका सिर का ऊपर जो अभिषेक डाला गया है ഈ उठाया गया है. അഭിഷേകമുള്ളവൻ മുന്നിലേക്ക് വരികയാണ്. वो अभिषेक वाला व्यक्ति सामने आ रहा है. അഭിഷേകമുള്ളവൻ പറയുന്നു, और अभिषेक वाला बता रहे, എന്റെ കയ്യിൽ വാളില്ലെങ്കിലോ, और तेरे पास तलवार नहीं तो भी, എന്റെ കയ്യിൽ കുന്തമില്ലെങ്കിലോ, और तेरे पास भाला नहीं तो भी, എന്റെ മേൽ അഭിഷേകമുണ്ട്. मेरे पास अभिषेक है. അവൻ കല്ലെടുത്തു, और वो पत्थर ले लिया. കവണയിൽ വെച്ചു ശത്രുവായ ഗോലിയാത്തിനെ എറിഞ്ഞിട്ടു. और उन्होंने उसको कले प्रेसलोड कले में गोफन में रख करके फेंक दिया. എല്ലാവരും ദാവീദിനെ ശ്രദ്ധിക്കാനിടയാ. और हर एक लोग दाविद की ओर अपना ध्यान आकर्षण എല്ലാവരും कर ദാവീദിനെ दिया. ശ്രദ്ധിക്കാനിടയാ. और दाविद को ध्यान दिया. രാജ്യം ശ്രദ്ധിച്ചു. और देश उसकी ओर ध्यान दिया. രാജാവ് ശ്രദ്ധിച്ചു. राजा उसको ध्यान दिया. രാജാവിന്റെ മകൾ ശ്രദ്ധിച്ചു. राजा का बेटी ध्यान दिया. ശത്രുക്കൾ ശ്രദ്ധിച്ചു. शत्रुओं ने उस पर ध्यान दिया. ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. सारे संसार उस पर ध्यान दिया. അവർ ശ്രദ്ധാകേന്ദ്രമായി മാറ്റപ്പെട്ടു. वो ध्यान आकर्षण का केंद्र बन गया. ശ്രദ്ധാകേന്ദ്രമായി മാറ്റപ്പെട്ടു. और कल ध्यान आकर्षण का केंद्र बिंदु बन गया. എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. और सभी लोग उनकी ओर ध्यान लगने लगा. എവിടേക്ക് സഭ മടങ്ങി വരണം? और कहां परमेश्वर का लोग लौटना है. അഭിഷേകത്തിലേക്ക് മടങ്ങി और വരണം. अभिषेक की ओर लौटना है. സഭ എവിടെ മടങ്ങി വരണം? कलीसिया कहां लौटना है. അഭിഷേകത്തിലേക്ക് മടങ്ങി വരണം. अभिषेक में लौटना है. സഭ എവിടെ മടങ്ങി വരണം? कलीसिया कहां लौटना है. അഭിഷേകത്തിലേക്ക് മടങ്ങി വരണം. अभिषेक की ओर लौट जाना है. അഭിഷേകത്തിലേക്ക് മടങ്ങി വരണം. अभिषेक की ओर लौटना है. അഭിഷേകത്തിലേക്ക് മടങ്ങി വരണം. अभिषेक में लौटना ദൈവസഭ है. അഭിഷേകത്തിലേക്ക് മടങ്ങി परमेश्वर വരണം. की कलीसिया अभिषेक में लौटना है. സഭ എവിടെ മടങ്ങി വരണം? कलीसिया कहां लौटना है. അഭിഷേകത്തിലേക്ക് മടങ്ങി വരണം. अभिषेक में लौटना है. അഭിഷേകത്തിലേക്ക് മടങ്ങി अभिषेक में വരണം. लौटना है. എവിടെ മടങ്ങി വരണം? कहां लौटना है. Praise the Lord. हालेलुया. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ. और क्या आप थोड़ा सा उसे अपना मन में ला करके देखिए, सोच के देखिए. ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. और यहाँ आकर के आप प्रार्थना कर रहे हैं. പാസ്റ്റർ ജോബ് ബെൻസൺ പറയുന്നു, और पास्टर जो बेंसन बता रहे हैं. ഇപ്പോൾ ഇന്നയാൾ പ്രാർത്ഥിക്കും. और अब फलाना व्यक्ति प्रार्थना करेगा. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ, और प्रार्थना करने के लिए जब आपको अवसर आता है. ഞാൻ ബിലായ് ചർച്ച് ഓഫ് ഗോഡിനെ ശ്രദ്ധിച്ചു. और कल मैं बिलाई चर्च ऑफ गॉड को कल ध्यान दिया.
നിങ്ങൾ ഇരിക്കുന്നയാള് സ്റ്റാൻഡ് ചെയ്യുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. और गले प्रेस जो बैठा हुआ व्यक्ति है वो खड़े हो जाते हैं. ധന്യവാദ് 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 സ്റ്റാർട്ട് ചെയ്യുന്നു. और गले धन्यवाद 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 बोल के शुरू करते हैं. ഈ ധന്യവാദ് ധന്യവാദ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോർഡ്ലെസ് മൈക്ക് കിട്ടുന്നു. और गले प्रेस धन्यवाद 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 जब शुरू करते हैं तो एक व्यक्ति आपको एक माइक ला के देते हैं. കോർഡ്ലെസ് മൈക്ക് വരുന്നത് വരെ ധന്യവാദ് ധന്യവാദ് ധന്യവാദ്. और कॉर्डलेस माइक जब तक आपका हाथ में नहीं आते तब तक धन्यवाद धन्यवाद धन्यवाद. നിങ്ങൾ അപ്പോൾ നമ്മുടെ ട്യൂൺ മാറുന്നു. और गले प्रेस तब उसकी जो है आवाज बढ़ जाते हैं. ഓ പ്രഭുജി, अले हो परमेश्वर. ഒരു ശക്തമായ പ്രാർത്ഥന. और एक सामर्थ्यशाली प्रार्थना. നമുക്കറിയാവുന്ന വേർഡ്സ് എല്ലാം പറയുന്നു. और हमको जो जो शब्द मालूम है सब बता रहे हैं. നിങ്ങൾക്കറിയാവുന്ന മെമ്മറി വേർഡ്സ് ഒക്കെ നിങ്ങൾ പറയുന്നു. और गले जो आपको मालूम है कुछ वजन जो खंडस है उसको बता रहे हैं. സാത്താനെ വലങ്കും തിലങ്കും വിട്ട് വരട്ടുന്നു. और गले शैतान को इधर उधर गले भगा देते हैं. സാത്താൻ അത് കേട്ട് ചുമ്മാ ഇരിക്കുന്നു. और गले शैतान ये भगाने वाला बात सुन करके ऐसा चुपचाप सोते रहते हैं. എല്ലാ ആഴ്ചയും ഞാൻ കേൾക്കുന്നത്. और क्योंकि ये तो मैं हर हफ्ते सुनता हूं. ഇതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല. और यहाँ कुछ नहीं होने वाला है. ഇവളും അവനും പറഞ്ഞാൽ എത്ര പറയുമെന്ന് എനിക്കറിയാം. और गले क्योंकि ये व्यक्ति बोलेगा तो कितना बोलेंगे मैं जानता हूँ. മാക്സിമം പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് പറയും. और क्योंकि ये बोलने से 2-3 मिनट बोलेगा उसके बाद बंद हो जाएगा. അത് കഴിഞ്ഞപ്പോൾ മൈക്രോഫോൺ പാസ്റ്റർക്ക് കൊടുക്കുമെന്ന് സാത്താൻ അറിയാം. और गले उसके बाद जो है वो माइक की जो है पास्टर को दे देगा. शैतान जानता है. നിങ്ങളുടെ പ്രേയറിന് എല്ലാവരും ആമേൻ പറയുന്നു. और सभी लोग मिल करके आमेन बोलते हैं. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന്റെ സംതൃപ്തി കിട്ടുന്നു. और आपको प्रार्थना करने का एक संतृप्त गले हो जाते हैं प्रार्थना करने का. നിങ്ങൾ അവിടെ ഇരിക്കുന്നു. और आप थक चुके हैं और वहां बैठ जाते हैं. സംഭവം കഴിഞ്ഞു. और गले पर इस बात खत्म हो गया. ശ്രദ്ധാകേന്ദ്രമാകണമോ? ശ്രദ്ധാകേന്ദ്രമാകണം. क्या आप ध्यान आकर्षण का केंद्र बनना चाहता है? മൈക്കുമായിട്ട് നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ और माइक के साथ तुम जब खड़े हो जाते हैं ദൈവത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്തുനിന്ന് വരണം. और परमेश्वर का प्रकाशन तेरी अंदर से आना है. നിന്റെ അടുത്തിരിക്കുന്ന ആളിന് സംഭവിക്കാൻ പോകുന്ന അനർത്ഥം ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി और തരണം. तेरा गले प्रेस बगल में बैठने वाले का अनर्थ और गले प्रेस उसकी बातें तेरा मुंह से आना चाहिए. നിന്റെ അകത്തുനിന്ന് പ്രവചന ശബ്ദങ്ങൾ വെളി വരണം. और तुम्हारा गले प्रेस मुंह के अंदर से भविष्यवाणी की आवाज आना നീ चाहिए. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സഭ മുഴുവൻ ചലിക്കണം. और गले तुम प्रार्थना प्रारंभ करेगा तो सारे कलीसिया हिलने ആ पाए. ഒറ്റ പ്രാർത്ഥനയിൽ ആർക്കും നിർത്താൻ പറ്റാത്ത और वो एक ही प्रार्थना में कोई रोक नहीं पाए वैसा. ഒരു പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകി ഇറങ്ങണം. और एक पवित्र आत्मा का नदी बहकर निकल जाना है. കേരളത്തിൽ നിന്ന് വന്ന ഗസ്റ്റ് പാസ്റ്റർ അവിടെ ഇരിക്കട്ടെ. और गले प्रेस आया प्रचार करने के लिए आया हुआ गेस्ट पास्टर वहां बैठने दो. അന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. और उस दिन प्रचार नहीं किया कोई बात നിന്റെ नहीं. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ചലിക്കണം. और तेरा प्रार्थना में पवित्र आत्मा गले चलने पाए. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടണം. अभिषेक का सामर्थ्य प्रकट होने നിങ്ങൾ पाए. ശ്രദ്ധിക്കപ്പെടുവാൻ പോകുകയാണ്. और तुम ध्यान आकर्षण നിങ്ങൾ केंद्र बनने जा ശ്രദ്ധിക്കപ്പെടുവാൻ रहे പോകുകയാണ്. हो. तुम्हारी और लोग നിങ്ങൾ ध्यान देने जा रहे ശ്രദ്ധിക്കപ്പെടുവാൻ हैं. പോകുകയാണ്. तुम्हारी और लोग ध्यान देगा. ഈ പ്രാർത്ഥന ദൈവാത്മാവിൽ ഞാൻ പറയുന്നു. और यह प्रार्थना परमेश्वर की आत्मा में मैं कह रहा हूं. ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുകയാണ്. कुछ लोग ध्यान आकर्षण का केंद्र बनने वाला है. ഇന്ന് രാവിലെ ഞാൻ ജെറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. और आज अगले दिन में आप ध्यान से प्रार्थना करिए. ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. मैं प्रार्थना आत्मा में किया. ആമേൻ. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ജെറി. ഒരു 1 സെക്കൻഡ് സഭയുടെ നടുവിൽ അത് പറയാൻ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു. और गले प्रेस लो परमेश्वर की आत्मा हले प्रेस लो गले आमेन आपके बारे में गले बोलने के लिए परमेश्वर वाले मुझसे कह रहे हैं. ആമേൻ. സ്തോത്രം. എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ദൂത് എനിക്ക് തന്നു. और पवित्र आत्मा गले आपके प्रति एक संदेश मुझे दिया. ദൈവാത്മാവിന് ഒരു വിഷൻ കാണിക്കുവാനാണ്. और परमेश्वर मुझे एक प्रकाशन दिखाया. അവൻ ആഗ്രഹിക്കുന്നത് പോലെ और आप जैसे आशा करते हैं സഭ പ്രാർത്ഥിക്കുന്നത് പോലെ कलीसिया प्रार्थना करते जैसे നെക്സ്റ്റ് മന്ത് ഫാസ്റ്റിംഗ് പ്രയറിന് മുമ്പ് और अगले महीना का उपवास प्रार्थना के पूर्व അവൻ വിദേശ രാജ്യത്ത് പഠനത്തിന് വേണ്ടി പോകും. और तुम एक विदेश राज्य में गले प्रेस लो अले विदेश राज्य में जो है पढ़ाई के लिए जाएगा. ദൈവം അവൻ അനുഗ്രഹീതമായ ജോലിയും പൊസിഷനും കൊടുക്കും. और परमेश्वर अले प्रेस आपको एक उत्तम नौकरी और एक अच्छा पोजीशन देगा. ഇതൊക്കെ നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. और ये सब नॉर्मल होने वाला बात है. പക്ഷെ പരിശുദ്ധാത്മാവിനെ കാണിച്ച വെളിപ്പാടെന്നറിയാമോ? और लेकिन परमेश्वर की आत्मा जो प्रकाशन मुझे दिखाए क्या है मालूम ഞാൻ है? ഈ മൈക്രോഫോൺ പിടിച്ചു നിൽക്കുന്നത് പോലെ और मैं ये माइक्रोफोन पकड़ करके जैसे खड़ा है ഒരു കോൺഫറൻസ് ഹാളിനകത്ത് അവൻ നിൽക്കുന്ന വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ एक കാണിക്കുന്നു. कॉन्फ्रेंस हॉल का अंदर वो खड़ा हुआ परमेश्वर ने मुझे दर्शन दिखाया. മൾട്ടിനാഷണൽ വിവിധ രാജ്യങ്ങളിലെ യൗവനക്കാരന്മാര് और गले प्रेस लॉर्ड अनेक विदेश राज्यों का गले जो है गले लोगों के साथ ആമേൻ. ഇവൻ നിൽക്കുന്നതിന് മുമ്പിൽ നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ച. और ये गले प्रेस लॉर्ड जो है गले व्यक्ति जो खड़ा है उसके सामने कई लोग चिल्लाकर रोते हुए खड़ा है. അവരുടെ പാപങ്ങൾ അവർ ഏറ്റുപറയുന്ന കാഴ്ച. और उनके पाप वो कबूल
बोलते हुए जो इस യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന കാഴ്ച, यीशु मसीह को आराधना करने वाला ഒരു दर्शन പ്രത്യേക അഭിഷേകം ഈ മാസത്തെ ഉപവാസത്തിൽ അവന്റെ മേൽ കർത്താവ് ഇടുകയാണ്. और एक विशेष अभिषेक परमेश्वर आपका ऊपर इस महीने का उपवास प्रार्थना में दे रहा है. ദൈവസഭയ്ക്ക് ആമേൻ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. कितने लोग परमेश्वर की कलीसिया उसके लिए आमेन बोलते हैं मैं नहीं जानता हूँ. ബിലായി ചർച്ചിന്റെ ബ്രാഞ്ച്, बिलाई चर्च का एक शाखा ആമേൻ ചണ്ഡീഗഡിൽ മാത്രമല്ല, वो छत्तीसगढ़ में केवल नहीं, പഞ്ചാബിൽ മാത്രമല്ല, वो पंजाब में केवल नहीं. ദൈവം പറയുന്നു എന്റെ കുഞ്ഞുങ്ങളെ ചിലരെ ഈ സഭയിൽ നിന്ന് അഭിഷേകം ചെയ്തിട്ട്, और परमेश्वर कहते हैं मेरे बच्चों को इस कलीसिया से अभिषेक करके യൂറോപ്യൻ രാജ്യങ്ങളിലും ബിലായി ചർച്ചിന്റെ ഔട്ട്സ്റ്റേഷൻ വർക്ക്, और यूरोप के राज्यों में भी परमेश्वर कलीसिया का आउटस्टेशन वर्क चालू करेगा. ആരംഭിക്കാൻ പോകുകയാണ്, ആരംഭിക്കാൻ പോകുകയാണ്. और ये चालू होने वाला है. ദൈവം തന്നെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റാൻ പോകുകയാണ്. परमेश्वर आपको ध्यान आकर्षण ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റാൻ പോകുകയാണ്. परमेश्वर आपको ദൈവം ध्यान തന്നെ आकर्षण ശ്രദ്ധാ करने जा കേന്ദ്രമാക്കി रहा മാറ്റാൻ है. പോകുകയാണ്. ദൈവം തന്നെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുവാൻ परमेश्वर പോകുകയാണ്. आपको ध्यान आकर्षण केंद्र बनने वाला है. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുകയാണ്. आश्चर्य का कर्म परमेश्वर आपका बीच में करने वाले हैं. ആമേൻ. ഞാൻ എന്റെ ജീവിതം തകർന്നിരിക്കുകയാണ്. और मैं अपना जीवन में टूटा हुआ है. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. मुझे हमें सहायता करने के लिए कोई नहीं. എനിക്ക് പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്. मुझे बाहर जाके पढ़ने के लिए इच्छा है. ഒരുപാട് സ്വപ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. और बहुत सारे सपना मेरा जीवन में है. ആരോടെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കും. और लेकिन मैं किसी को बोलेगा तो वे मेरे को टट्टा करेगा. ആരോടെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. और यदि मैं किसी को बताऊंगा तो वे लोग मेरे को टट्टा में പക്ഷേ उठाएंगे. എവിടുന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്? लेकिन कहां से मुझे एक अवसर मिलेगा? ദൈവം പറയുന്നു എന്റെ അഭിഷേകത്താൽ അത് തരുവാൻ ആഗ്രഹിക്കുകയാണ്. और परमेश्वर कहता है मैं अपने अभिषेक तेरे को देना चाहता हूं. സകലത് തകർന്നു പോയപ്പോൾ ദൈവം ഒരാളിനെ അന്വേഷിക്കുകയാണ്. और सब कुछ समाप्त हो गया तो परमेश्वर एक जन को ढूंढ रहा है. ഈ ദേശത്തിന് വേണ്ടി കരയുവാൻ ഒരു മധ്യസ്ഥനെ ദൈവം അന്വേഷിക്കുകയാണ്. वो इस देश के लिए रोने के लिए एक मध्यस्थी को प्रभु ढूंढ रहा है. നിന്റെ കൈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയർന്നിരിക്കുമെങ്കിൽ, और आपका हाथ यदि प्रार्थना के लिए बढ़ जाएगा तो, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വിടുമെങ്കിൽ, ओ आपकी आंखों से एक बूंद आंसू गिर जाएगा ദൈവം तो, തന്റെ ന്യായവിധിയുടെ കരം പിൻവലിക്കുവാനിടയായി തീരും. परमेश्वर अपना प्रेस लॉर्ड आमेन न्याय का हाथ पीछे करेगा. എന്നെ ഉപയോഗിക്കണമേ കർത്താവേ. हे परमेश्वर प्रेस आप मुझे उपयोग करें. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ട്? कितने लोगों को आज दिन का समय में ആ इच्छा है. കരങ്ങളെ നെഞ്ചത്തോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. और वो अपना हाथ सीने पर ആ लगाएं. കരങ്ങളെ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് और വെച്ചാട്ടെ. अपना हाथ सीने पर लगाएं. ആ നെഞ്ചത്തോട് കരങ്ങളൊന്ന് ചേർത്ത് വെച്ചാട്ടെ. और सीने पर अपने हाथों को लगाएं. ദൈവസന്നിധിയിൽ ആ ചേർത്ത് വെച്ച കരങ്ങളുമായി എഴുന്നേറ്റ് നിന്നാട്ടെ. और वो सीने पर लगाया हुआ ആ हाथों ചേർത്ത് के വെച്ച द्वारा കരങ്ങളുമായി आप നിങ്ങൾ अपना स्थान में खड़े हो जाएं. എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് और നിന്നാട്ടെ. सभी लोग अपने सीने पर लगाए हुए हाथों के साथ खड़े हो जाएं. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, हालेलुया. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, मेरे प्रिय बच्चों, നിങ്ങളുടെ പഠനം മുടങ്ങിപ്പോയോ? क्या आपका पढ़ाई रुक गया? നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയോ? आपका स्वप्न टूट गया? നിങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോയോ? आपका लक्ष्य बदल गया? എന്നെ 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 ഒന്ന് കൈപിടിക്കാൻ എനിക്ക് ആരുമില്ല. ओ मुझे 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 मेरा हाथ थामने के लिए कोई नहीं. എന്റെ അപ്പനും അമ്മയ്ക്കും പണമില്ല. ओ मेरा माता पिता के पास धन नहीं है. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശപ്പെട്ടതാണ്. मेरा परिवार की കർത്താവ് പറയുന്നു ഇന്ന് പകൽ നീ മടങ്ങി വരുമെങ്കിൽ, मेरा परिवार की अवस्था जो है खराब है. പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, तुम लौट कर प्रार्थना करने के लिए तैयार हो എന്റെ जाएगा. ജനമേ, हे मेरे प्रिय लोगों, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുന്നു सेनाओं के यहोवा परमेश्वर योग നിങ്ങൾ അഭിഷേകത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ, तुम अभिषेक में लौट आएगा तो, വചനത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ, परमेश्वर के वचन में लौट आएगा तो, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുമെങ്കിൽ, प्रार्थना में लौट आएगा तो, ഉപാധികളില്ലാത്ത ആരാധനയിലേക്ക് മടങ്ങി വരുമെങ്കിൽ, और सीमा रहित आराधना में आएगा तो, ദൈവം നിങ്ങളെ ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर आपको बदलना चाहता है. ദൈവം നിങ്ങളെ ഗാർണിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर आपको सजाना चाहता है. ദൈവം നിങ്ങൾക്ക് ഒരു ശോഭ വരുത്തുവാൻ परमेश्वर ആഗ്രഹിക്കുകയാണ്. आपको तेज देना चाहता है. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രാർത്ഥന, परमेश्वर को रोकने वाला प्रार्थना, ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രാർത്ഥന, परमेश्वर को रोक देने वाली प्रार्थना, അഭിഷേകത്തിന്റെ നിറവിലൊരു പ്രാർത്ഥന, अभिषेक का भरपूरी में प्रार्थना. എന്റെ മേലൊന്ന് പകരണമേ. परमेश्वर आप मेरे എല്ലാവരും ऊपर പ്രാർത്ഥിച്ചു उतर दे. പ്രാർത്ഥിച്ചു आप തുടങ്ങിയാട്ടെ, मेरे പ്രാർത്ഥിച്ചു ऊपर उतर दे. തുടങ്ങിയാട്ടെ. सभी लोग मिलकर प्रार्थना करें. अपने होठों को खोलकर प्रार्थना करें. हर एक लोग प्रार्थना करें. अपने होठों को खोलकर प्रार्थना करें. Jesus.
योग है प्रभु यीशु ही महिमा है प्रभु तू तेरी हो प्रशंसा मान और सम्मान यीशु तुझको मिले महिमा है प्रभु तू तेरी हो प्रशंसा मान और सम्मान यीशु तुझको मिले यीशु राजा मेरा प्रभु यीशु राजा मेरा आसरा यीशु राजा मेरा सब कुछ तू मेरे जीवन में तू ही प्रभु यीशु राजा मेरा प्रभु यीशु राजा मेरा आसरा यीशु राजा मेरा सब कुछ तू मेरे जीवन में तू ही प्रभु स्तुति करूं मैं यीशु महाराजा की आदर के योग है प्रभु यीशु ही स्तुति करूं मैं यीशु महाराजा की आदर के योग है प्रभु यीशु की महिमा है प्रभु तेरी हो प्रशंसा मान और सम्मान तुझको मिले महिमा प्रभु तू तेरी हो प्रशंसा मान और सम्मान तुझको मिले यीशु राजा मेरा प्रभु यीशु राजा मेरा आसरा यीशु राजा मेरा सब कुछ तू मेरे जीवन में तू ही प्रभु यीशु राजा मेरा प्रभु यीशु राजा मेरा यीशु राजा मेरा जीवन में तू പ്രിയപ്പെട്ട സഹോദരങ്ങളെ हे प्रिय भाई और बहनों തകർച്ചകളിൽ നിന്ന് പണിയുവാൻ കഴിവുള്ള ഒരു കർത്താവ് ओ आपके टूटे हुई अवस्था से आपको बनाने वाला परमेश्वर നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ കഴിവുള്ള കർത്താവ് आपका नुकसान को लौटाने वाला परमेश्वर ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത് आज कल दिन में आपसे बातें कर चुका है ദൈവത്തിന്റെ ന്യായവിധിയുടെ ക്രോധവാളുകൾ പിന്മാറുന്നതിന് വേണ്ടി परमेश्वर का क्रोध कल भरी न्याय से परमेश्वर ദേശത്ത് ദൈവത്തിന്റെ ന്യായവിധിയുടെ വാൾ ഇറങ്ങി വരുന്നതിന് മുമ്പായിട്ട് परमेश्वर का न्याय करने की तलवार आने से पूर्व ആത്മഹത്യകൾ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് आत्महत्याएं होने के पूर्व അപകടങ്ങളും രോഗങ്ങളും വന്ന് നീ തകർന്നു പോകുന്നതിന് മുമ്പായിട്ട് अपना जीवन कल टूट जाने से पूर्व ഉപവസിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ क्या उपवास करने के लिए कितने लोग പ്രാർത്ഥിക്കുവാൻ तैयार മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ प्रार्थना करने के लिए कितने लोग तैयार हैं ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് പ്രവചനാത്മാവിൽ ബോധ്യമുള്ള ഒരു കാര്യം और कल इस वचन सुनते समय भविष्यवाणी की आत्मा में मुझे एक बात समझ रहा है പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട് प्रार्थना करने के लिए रुकावट वाले कई लोग മനസ്സുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട് प्रार्थना करने के लिए इच्छा तो रखते हैं
പക്ഷെ ശരീരത്തിലെ ചില രോഗങ്ങൾ, लेकिन शरीर का कई काले बीमारी മനസ്സിന്റെ ചില സാമ്യ തകർന്ന और അനുഭവങ്ങൾ, काले मन का कई वेदनाजनक अवस्था നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ചില കടബാധ്യതകൾ, और तुझसे कभी बिटा नहीं सकते ऐसा कई कर्ज बोझ, ഈ ലോകത്തിൽ ആർക്കും അറിയാതെ നിങ്ങൾ വീട്ടിനകത്ത് അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകൾ, और तुम कल किसी को ना जानते हुए घर के अंदर अरे अकेलापन महसूस करते ഇതുപോലെയുള്ള ചില മാനസിക സംഘർഷങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നത് കൊണ്ട് हो। इस प्रकार की कई मानसिक अवस्था आपको कल पीछे शिकार कर रहे हैं, പ്രാർത്ഥനയുടെ വേലികൾ പൊളിഞ്ഞുപോയി, और प्रार्थना का कल जो है പ്രാർത്ഥനയുടെ മതിലുകൾ ഇടിഞ്ഞുപോയി. प्रार्थना का बाड़ाएं टूट गया। യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, यीशु का अधिकार वाला नाम से मैं आज्ञा देता हूँ, ഈ ജനം പ്രാർത്ഥനയെ അത് പ്രാർത്ഥനയിലേക്ക് വരാതെ വണ്ണം और अगर आज अगर आपकी प्रार्थना लौट जाए, ഈ ജനത്തെ തടയുന്ന രോഗശക്തികളെ, ये लोगों को रोकने वाला बीमार की आत्मा ഉച്ചന്തരം മുതൽ ഉള്ളങ്കാല് വരെ वो सिर से लेकर पैर के अंगूठे तक, അസ്ഥി മാംസപേശികളെ, वो अस्थि गले और मांसपेशियों में നാഡീ ഞരമ്പുകളെ और नाड़ी व्यूहों में ഇപ്പോൾ സൗഖ്യമാകട്ടെ, इस वक्त यीशु का नाम से ഇപ്പോൾ चंगे हो जाए, സൗഖ്യമാകട്ടെ. यीशु का नाम से चंगे हो जाए, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ജോയിൻ പേരുകൾ മാറിപ്പോകട്ടെ, यीशु मसीह का नाम से हर एक गले बातें मिट जाए, മടങ്ങാത്ത കാലിന്റെ മുട്ടുകൾ ചലിക്കട്ടെ, यीशु मसीह का नाम से आज प्रेषण जो घुटना चल नहीं सकता चलने पर, മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ ശരീരങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ, और छिपे हुए बीमार की सामर्थ्य से समाप्त हो जाए, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ്, और परमेश्वर का अभिषेक का चादर, ദാവീദിന്റെ മേൽ വീണ പുതപ്പ്, दाऊद का ऊपर गिरा हुआ चादर, യോസഫിന്റെ മേൽ വീണ പുതപ്പ്, यूसुफ का ऊपर गिरा हुआ चादर, ഏലിയാവിന്റെ മേലും എലീശയുടെ മേലും വീണ പുതപ്പ്, एलिया और एलीशा का ऊपर गिरा हुआ आत्मिक चादर, പത്രോസിന്റെ മേലും യോഹന്നാന്റെ മേലും വീണ പുതപ്പ്, पत्रोस और यूहन्ना का ऊपर गिरा हुआ चादर, പൗലോസിന്റെ മേലും തീമോഥെയോസിന്റെ മേലും വീണ അഭിഷേകത്തിന്റെ പുതപ്പ്, पौलुस और तीमुथियुस के ऊपर गिरा हुआ चादर, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ अब यीशु नासरी का नाम से ബിലായ് ചർച്ച് ഓഫ് ഗോഡിലേക്ക് बिलाई चर्च गॉड में ഈ ആത്മീക കൂട്ടായ്മയുടെ इस आत्मिक संगति में രണ്ടാം ദിവസത്തെ ये दूसरा दिन में വിഴട്ടെ വിഴട്ടെ വിഴട്ടെ, वो गिरने पाए गिरने पाए गिरने पाए गिरने पाए, കരങ്ങളെ അടിച്ച് അന്യഭാഷകളെ ദൈവത്തെ वो ആരാധിച്ചു, तालियां बजाकर अन्य भाषा में आराधना करे, तालियां बजाकर अन्य भाषा കരങ്ങളെ में അടിച്ച് അന്യഭാഷകള് ഉദാബാരാബാല, ശബ്ദലാബാഖാബാല, റൈഷാബാബാബാബാബാ.